الرحيم الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. الله سبحانه وتعالى പരിശുദ്ധ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകളിലും സത്യവിശ്വാസികളോട് പല പ്രാവശ്യം ആവർത്തിച്ചും നിർബന്ധിച്ചും പറയുന്ന ഒരേ ഒരു കാര്യം അള്ളാഹുവിന് കൊടുത്ത കരാറിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അത് തെറ്റിക്കൂടാ. ഒരർത്ഥത്തിലും വിശ്വാസത്തിലായാലും കർമ്മങ്ങളിലായാലും സ്വഭാവത്തിലായാലും കുടുംബജീവിതത്തിലായാലും സാമൂഹിക ഇടപാടുകളിലായാലും കച്ചവടത്തിലായാലും ഇതിലെല്ലാം ഓരോ കരാറ് സത്യവിശ്വാസിക്ക് അള്ളാഹുവുമായിട്ടുണ്ട്. അത് പൂർത്തിയാക്കിയേ പറ്റുള്ളൂ. കാരണം അത് പൂർത്തിയാക്കി ദുനിയാവിൽ നിന്ന് യാത്രയാകുന്നവർക്കാണ് വിജയം. അതല്ലെങ്കിൽ ഖബർ തൊട്ട് തുടങ്ങുന്ന ആഖിറം ഭയാനകമാണ്. സാധാരണ ബർസഖ് തൊട്ട് അങ്ങോട്ടെങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പറയാനേ പറ്റുള്ളൂ, അനുഭവിപ്പിക്കാൻ പറ്റൂല. കാരണം അനുഭവിച്ചവനാരും തിരിച്ചു വന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുമില്ല. പക്ഷെ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പുമാണ്. അവിടെ തന്നെ ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമാൻ അല്ലെങ്കിൽ ജീവിതത്തെ കാര്യമായി കണ്ട ഒരാൾ. നമ്മൾ പൊതുവെ ഭൗതികമായി ദുനിയാവിൽ കുറച്ചല്പം കാര്യബോധവും തൻ്റെ ഇടവും ശുഷ്കാന്തിയുമൊക്കെ ഉള്ള ആളുകളെപ്പറ്റി പറയാറുണ്ട്, ഓൻ ജീവിതം എന്താണെന്ന് പഠിച്ചവനാണ്, കാര്യം മനസ്സിലാക്കിയവനാണ്. ശരിക്കും അങ്ങനെയല്ല. മരണത്തിന് ശേഷമുള്ള ജീവിതത്തെപ്പറ്റിയുള്ള ബോധം ഉള്ളവർക്കേ നമുക്കങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാര്യബോധമുള്ളവൻ, ബുദ്ധിമാൻ. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മഹുല്ലാഹു തആല വിശ്വാസപരമായി അള്ളാഹുവിന് കൊടുത്തിരിക്കുന്ന കരാറിനെ ഒരു പോറൽ പോലും വരാതെ സംരക്ഷിച്ച് യാത്രയാവാനുള്ള കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തിയത് നവാഖിദുൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ ചെറു കൃതിയിലൂടെ. അതിന് 3 നമ്മൾ പറഞ്ഞു. 4-മത്തേത് ഒരുപക്ഷെ ഇന്ന് വർത്തമാനകാലത്ത് നമ്മൾക്കിടയിൽ കാണപ്പെടുന്ന പലരും ഇതിൽ പെട്ടുപോയവരാണ്. റാബിയ, 4-മത്തെ നാഖിൽ അഥവാ ഒരാളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന, ഒരാളോട് അള്ളാഹുവിന് കൊടുത്ത കരാറ് പൊളിഞ്ഞു പോകുന്ന 4-മത്തെ കാര്യം, മൻ ഒരുത്തൻ ഇഅ്തഖദ അവൻ വിശ്വസിക്കുന്നു അന്ന ഗൈറ ഹദിയിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് 23 വർഷം കൊണ്ട് കാണിച്ചു തന്ന ആ നബിയുടെ മാർഗമല്ലാത്ത മറ്റൊരു മാർഗം, ഏതെങ്കിലും മതത്തിൻ്റെയോ ഏതെങ്കിലും വ്യക്തികളിലേക്ക് ചേർക്കപ്പെട്ടതോ ആരെങ്കിലും എഴുതിയുണ്ടാക്കിയതോ ഏതെങ്കിലും രാജ്യത്തിൻ്റെ നിയമങ്ങളോ ഏതായാലും അതിൽപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമല്ലാത്ത മറ്റൊരു മാർഗം, അക്മലു മിൻ ഹദിയിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തെക്കാളും ഏറ്റവും പൂർണ്ണമായതാണെന്നോ അല്ലെങ്കിൽ ഔ അന്ന ഹുക്മ ഗൈരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ലാത്ത ഒരു വിധി, അഹ്സനു മിൻ ഹുക്മിഹി, പ്രവാചകന്റെ വിധിയേക്കാളും നല്ലതാണെന്നോ ഒരുത്തൻ വിശ്വസിച്ചാൽ. 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നൊരു മനുഷ്യന് ദുനിയാവിൽ എങ്ങനെ ജീവിച്ചാലാണ് വിജയത്തിലെത്താൻ പറ്റുക, അതാണ് ഹദിയുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ മാർഗം. അതിനേക്കാളും എനിക്ക് പൂർണ്ണമായി തോന്നുന്നത്, കാരണം അത് 6-ാം നൂറ്റാണ്ടിൻ്റെ ആണല്ലോ, ഞാൻ പൊതുവെ പറയുക, അത് 6-ാം നൂറ്റാണ്ടിൻ്റെതും
ആ ഡാർക്ക് ഏജിൽ ജീവിച്ച കാട്ടറബികൾക്ക് വേണ്ടി എഴുതപ്പെട്ട നിയമങ്ങളും എന്നൊക്കെയാണ് ആലങ്കാരികമായി ചില ആൾക്കാർ പ്രസംഗിക്കലും എഴുതലും ഒക്കെ. അപ്പോൾ ആ ഒരു മാർഗത്തിനേക്കാളും പൂർണ്ണമാണ് ഇന്ന് ആധുനിക ലോകത്ത് ബുദ്ധിക്ക് വികാസം പ്രാപിച്ച ഇക്കാലത്ത് എഴുതപ്പെട്ടതോ തീരുമാനിക്കപ്പെട്ടതോ ആയ ഒരു ജീവിതമാർഗം എന്നൊരുത്തൻ വിശ്വസിച്ചാൽ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ട ഒരു വിധി നിർണയം, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ ഒരു സാഹചര്യത്തിലും അന്നത്തെ ആൾക്കാരെ നോക്കിയിട്ടും ആ ഒരു കാലഘട്ടത്തിൻ്റെ സ്വഭാവ വിശേഷണങ്ങൾ വെച്ചുകൊണ്ടും ഉണ്ടാക്കിയ നിയമമാണ്. അതല്ലാതെ ഇക്കാലത്തിന് പറ്റൂല, ആ രീതിയിൽ അതിനേക്കാളും നല്ലത് വേറെ ഏതെങ്കിലും ഒരു നിയമമാണ് എന്നൊരുത്തൻ വിശ്വസിച്ചാൽ, കല്ലദീന, ഉദാഹരണം പറയുകയാണ് ഷെയ്ഖ്, ഒരു കൂട്ടക്കാരെ പോലെ, യുഫദ്ദിലൂന ഹുക്മത്താഹൂതി, അള്ളാഹു അല്ലാത്തവരുടെ നിയമങ്ങളെ ശ്രേഷ്ഠമായി കാണുന്ന പോലെ, അലാ ഹുക്മിഹി, അള്ളാഹുവിൻ്റെ നിയമത്തേക്കാൾ. അള്ളാഹു ഓരോ കാര്യത്തിലും ഓരോ നിയമങ്ങൾ സംവിധാനിച്ചിട്ടുണ്ട്, ഖുർആനിലൂടെ ഹദീസിലൂടെ അത് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ആ നിയമത്തെക്കാളും നല്ലത് അള്ളാഹു അല്ലാത്ത ചിലരുടെ നിയമങ്ങളാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരെ പോലെ, ഫഹുവ കാഫിറുൻ, അവൻ കാഫിറാണ്, മുസ്ലിമിൻ്റെ ഗണത്തിൽ പെടും. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ ജനിച്ച് 7 അന്ന് മാർക്കം ചെയ്ത് മുസ്ലിം പേരിട്ട് അഖീഖ അറുക്കലോടുകൂടി മുസ്ലിമായി എന്നത് തെറ്റിദ്ധാരണയാണ്. അത് ശരിയല്ല, അങ്ങനെ ആവൂല, ഒരാളങ്ങനെ മുസ്ലിം ആവൂല. അതല്ലെങ്കിൽ ഇതൊന്നും നടത്തിയിട്ടില്ല, അഖീഖ അറുത്തിട്ടില്ല, മാർക്കം ചെയ്തിട്ടില്ല, മുസ്ലിം പേരും ഇട്ടിട്ടില്ല, അതിനെക്കൊണ്ടൊരാൾ മുസ്ലിം ആവാതിരിക്കുകയുമില്ല. അങ്ങനെ, കാരണം ഇസ്ലാമിനെ നിർണയിക്കപ്പെടുന്നത് ഒരുത്തൻ്റെ വിശ്വാസത്തെ പരിഗണിച്ചു കൊണ്ടാണ്, അവൻ്റെ ആദർശം എന്താ. അപ്പോൾ ഒരുത്തനെ മുസ്ലിമായി പരിഗണിക്കണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചേ പറ്റൂ. ഇതൊന്നും ചെറിയ ഒരു ശാഖാപരമായ വിഷയമായി തള്ളിക്കളയാൻ കഴിയില്ല. നമ്മൾ കുറച്ച് ബോധമുള്ള മനുഷ്യന്മാരാണ്, ആദർശവാദികളാണ്, ആദർശ പ്രസ്ഥാനത്തിലെ മെമ്പർമാരാണ്, ആദർശത്തിലേക്ക് നാട്ടുകാർ ദഅവത്ത് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം എന്താണ് ആ അഖീദയുടെ മസലകൾ, എങ്ങനെയാവണം ഒരു മുവഹിദ്, ഒരു മുസ്ലിം? അവൻ്റെ വിശ്വാസം വെറും ജാറത്ത് പോവാതിരിക്കൽ മാത്രമാണോ, നൂല് കെട്ടാതിരിക്കൽ മാത്രമാണോ, അതല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങളും ഈ ആദർശത്തിന് ബന്ധമുണ്ടോ? ഇതെല്ലാം അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. അതിനെ ശറഹ് ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ പറയാണ്, ഹദി എന്ന് പറഞ്ഞാൽ, ഷെയ്ഖ് പറഞ്ഞെന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ലാത്ത ഒരു ഹദി നല്ലതാണ്, വേറൊരുത്തൻ്റെ ഹദി നല്ലതാണ് എന്നൊരുത്തൻ വിശ്വസിച്ചാൽ, ഹദി എന്ന് പറഞ്ഞാൽ ഹുവ അത്വരീഖ, വഴി, മാർഗം എന്നൊക്കെയാണ് പറയുക. ശരിക്കും പറഞ്ഞാൽ മക്കത്ത് ഈ 14 നൂറ്റാണ്ട് കാലം മുമ്പെന്ന് പറയുമല്ലോ പ്രഭാഷകന്മാരൊക്കെ, 1400 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ ജീവിച്ച അറബികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഹദി ഇല്ലായിരുന്നു, ഒരു മൻഹജ് ഇല്ലായിരുന്നു, ബോധമില്ല, ജീവിതത്തിന് ലക്ഷ്യമില്ല. അവർക്ക് അവരുടെ നഫ്സിൻ്റെ സുഖമായിരുന്നു ലക്ഷ്യം. നഫ്സൊഴിച്ചാൽ അവരുടെ കബീലയുടെ വിജയമായിരുന്നു ലക്ഷ്യം. കബീലയ്ക്ക് വേണ്ടി, ഗോത്രത്തിന് വേണ്ടി അവരെന്തും ചെയ്യും, എത്ര കൊല്ലം വേണമെങ്കിലും യുദ്ധം ചെയ്യും, ആരെ വേണമെങ്കിലും ബലി കൊടുക്കും. എന്നാലും അവരുടെ ഗോത്രത്തിൻ്റെ മഹിമക്ക് കോട്ടം തട്ടാൻ പാടില്ല. അതായിരുന്നു അവരുടെ ഹദി, അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് അവർ പെൺകുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞത്. പെൺകുഞ്ഞുങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിന് സന്തോഷം കൊണ്ടുവരുന്നതാണ്. പക്ഷെ അവർക്ക് അവരുടെ ഒരു അഭിമാനത്തിന് ക്ഷതം പറ്റിയ പോലെയാണ് പെൺകുഞ്ഞ് ജനിക്കുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഖുർആൻ ആ വിഷയം പറഞ്ഞപ്പോൾ അള്ളാഹു ഉപയോഗിച്ച പദപ്രയോഗം വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ വഇദാ ബുശ്ശിറ. ആൺമക്കളെ കൊടുക്കുന്നതിന് അള്ളാഹു ആ പദം പ്രയോഗിച്ചില്ല, മക്കളെ കൊടുക്കാതെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. യഹബു, സമ്മാനമായി കൊടുക്കും. എന്നാൽ പെൺമക്കളെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞത് വഇദാ ബുശ്ശിറ, സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ. പെൺമക്കൾ സന്തോഷമാണ്. അഹദുഹും, അവരിൽ ആരെങ്കിലും ഒരാൾ, ബിൽ ഉൻസ, മോളെ കൊണ്ട്, പെൺകുഞ്ഞിനെ കൊണ്ട്. ضل وجهه مسودا وهو كظيم, ദേഷ്യം പിടിച്ച അവൻ്റെ മുഖം ഒരുമാതിരി
കറുത്തിരുണ്ടു പോകും. അള്ളാഹു പറയുന്നു. അതായത് ആ പെൺകുഞ്ഞ് ജനിക്കലിലൂടെ അയാളുടെ മനസ്സിലുണ്ടായ ദേഷ്യവും വെറുപ്പും ആ മുഖത്ത് പ്രകടമാകുമായിരുന്നു. താരീഖിന്റെ ഉലമാക്കൾ എഴുതി, ഗർഭിണികളായ പെണ്ണുങ്ങളെ അവര് ഒരു കുഴി കുഴിച്ച് ആ കുഴിൻ്റെ മുകളിൽ ഇരുത്തലാണ്. പ്രസവ സമയമാകുമ്പോൾ, വേദന തുടങ്ങുമ്പോൾ പ്രസവിച്ചിടുന്നത് ആ കുഴിയിലേക്കാണ്. പെണ്ണാണെങ്കിൽ ആ ബാപ്പ, ഈ കുഞ്ഞിൻ്റെ സ്വന്തം ബാപ്പ മണ്ണിട്ട് ആ കുഴി അങ്ങനെ തന്നെ മൂടും. ഖലാസ്. ആൺകുഞ്ഞാണെങ്കിൽ കോരി എടുത്തിട്ട് ഒരു പിന്നെ സ്വത്ത് കിട്ടിയ പോലെ കൊണ്ടുപോകും. ഒരു ലക്ഷ്യമില്ല. ചിലപ്പം ഏതോ ഒരു ഗോത്രവർഗത്തിൻ്റെ ഒട്ടകങ്ങൾ ഇപ്പുറത്തെ ഗോത്രം ഒട്ടകത്തെ മേയ്ക്കുന്ന സ്ഥലത്ത് വന്ന് പുല്ല് മേഞ്ഞു പോകുന്നത് ഏതെങ്കിലും ഒരു ഗോത്രക്കാരൻ കണ്ടാൽ ആ ഒറ്റ കാരണത്തിൽ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ വരെ മക്കത്തൊന്നുണ്ടായി. മരിക്കാൻ കിടക്കുന്ന ഗോത്ര നേതാക്കന്മാര് അവരുടെ പിൻഗാമികൾക്ക് വസിയത്ത് ചെയ്യാണ്, എന്നാൽ ഇന്ന ഗോത്രവുമായി നമ്മൾ പ്രശ്നത്തിലാണ്, ആ യുദ്ധം നിങ്ങൾ നിർത്തരുത്. അതൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യം, വേറൊന്നുമില്ല. കള്ളു കുടിക്കുക, വ്യഭിചാരികളോ നമ്മൾ ഇന്നും, അള്ളാഹു നമ്മളെല്ലാം കാത്തു രക്ഷിക്കട്ടെ. ഇന്നൊരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഖുറൈശികളുടെ താരീഖ് വായിക്കുമ്പോൾ, ചരിത്രം വായിക്കുമ്പം അവരെയൊക്കെ ലജ്ജിപ്പിക്കുന്ന തരത്തിലാണ് ഇന്ന് തോന്നിവാസികൾ നമ്മുടെ നാട്ടിലും നമ്മുടെ മൂക്കിൻ്റെ തുമ്പത്തും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച കാസർഗോഡ് മംഗലാപുരത്തൊരു കോളേജിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടെ എം അക്ബർ സാഹിബ് വന്നു ക്ലാസ് എടുക്കാൻ. അപ്പം അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ അദ്ദേഹം പറഞ്ഞത് ഇസ്ലാം അല്ലെങ്കിൽ സമൂഹം ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ എന്താണ്, അതിൻ്റെ പരിഹാര മാർഗം. ആ വെല്ലുവിളികൾ അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പം ഖുറൈശികൾ തോറ്റുപോകും. ശരിക്കും പറഞ്ഞാൽ ഖുറൈശികൾ എന്നല്ല, അന്നത്തെ ആ കാട്ടറബികൾ ലജ്ജിച്ച് തലതാഴ്ത്തും. അതിൻ്റെയൊക്കെ എവിടെയോ മുകളിൽ ഇന്നത്തെ സമൂഹം എത്തി നിൽക്കുന്നു. വൃത്തികേടുകളിൽ, തോന്നിവാസങ്ങളിൽ, തെമ്മാടിത്തത്തിൽ എത്രയോ മുകളിൽ. ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിനിടയിൽ ഇറങ്ങിച്ചെന്ന് പ്രബോധനത്തിൻ്റെ എല്ലാ വഴികളും ഉപയോഗിച്ച് കഴിവിൻ്റെ പരമാവധി ആളുകളിൽ ഈ സത്യത്തിൻ്റെ സന്ദേശം എത്തിക്കൽ ഇതൊരല്പമെങ്കിലും അറിഞ്ഞവരുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. പക്ഷെ നമ്മൾ സത്യം പറഞ്ഞാൽ ഉറങ്ങിക്കിടക്കുകയാണ്. നാട്ടിലൊക്കെ ഒരു പൊതുപ്രഭാഷണമൊക്കെ നടന്നിട്ട് കാലെത്രയുന്ന പല നാട്ടിലും. പണ്ടൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. ഓരോ തെരുവിലും മുക്കിലും മൂലയിലും ആര് പ്രതികരിച്ചാലും, ആരെത്ര ശബ്ദമുണ്ടാക്കിയാലും, ആരെങ്ങനെ ബഹളം വെച്ചാലും, എത്ര സ്റ്റേജ് കയ്യേറിയാലും പറയേണ്ട ആദർശവും ഇസ്ലാമിൻ്റെ ആ മഹത്തായ സന്ദേശവും ആ നാട്ടിലുള്ള ആളുകളുടെ കാതുകളിൽ എത്തിച്ചിരിക്കും. അതിപ്പോൾ പോയി തോന്നുന്നു. ആ ഒരു ആവേശമൊന്നും ഇപ്പോൾ ആർക്കും കാണുന്നില്ല. പക്ഷെ അതിൻ്റെ സമയമാണിപ്പോൾ. നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, നമ്മളെ വീട്ടിലെത്തിയിട്ടില്ലല്ലോ. നമ്മുടെ രണ്ട് അയൽപ്പക്കത്ത് നോക്കുമ്പോൾ അവിടെ എത്തിയിട്ടില്ല, നമ്മളെ പുരക്കും എത്തിയിട്ടില്ല. പക്ഷെ നാളെ പ്രഭാതത്തിൽ നമ്മളെ വീട്ടുവാതിലും വന്ന് മുട്ടിയിട്ട് ഇന്ന് കാണുന്ന ഈ അരാജകത്വം തുറക്കാൻ പറയുമ്പോഴായിരിക്കും നമുക്ക് ബോധോദയം ഉണ്ടാവുക. പക്ഷേ അപ്പോഴത്തേക്കും സമയം കുറെ അതിക്രമിച്ചിട്ടുണ്ടാവും. ഇന്നതാണ് അവസ്ഥ. നമ്മളങ്ങനെ ആവൂല, നമ്മളെ ഭാര്യമാരങ്ങനെ ആവൂല, നമ്മുടെ മക്കൾ അങ്ങനെ ആവൂല, നമ്മുടെ ശിക്ഷണത്തിൽ വളർന്നല്ലേ എന്നൊക്കെ നമ്മൾ വീരവാദം മുഴക്കുക. അതിങ്ങനെ 100 മടങ്ങ് ശക്തിയിൽ വീരവാദം മുഴക്കിയവരുടെ കഥയാണ് എം അക്ബർ സാഹിബ് മിനിയാന്ന് ക്ലാസ്സിൽ പറഞ്ഞത്. അത്ര മോശമാണ് ദുനിയാവ്. അപ്പൊ അന്ന് ഖുറൈശികൾ, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വ്യഭിചാരം മരങ്ങ് തകർത്തിരുന്നു 6-ാം നൂറ്റാണ്ടിൽ. വ്യഭിചാരികളായ പെണ്ണുങ്ങൾ അവരുടെ വീട്ടിൻ്റെ മുകളിൽ കൊടി പതാക ഉയർത്തും. അത് കണ്ടിട്ട് വേണം ആവശ്യക്കാരായ ആളുകൾ അവിടെ കാലിയാണോ അതല്ല പിന്നെ ബിസിയാണോ എന്ന് മനസ്സിലാക്കാൻ. കൊടി പൊങ്ങിയതും താവുന്നതും കണ്ടിട്ട്. എന്നിട്ട് ആ പെണ്ണ് പ്രസവിച്ചാനുള്ള രീതി എന്താണെന്നറിയോ, ആ സമയത്തിനുള്ളിൽ അവളെ സമീപിച്ച എല്ലാവർക്കും വിവരം അറിയിക്കും. അവരൊക്കെ വരും മാർക്കറ്റിലേക്ക്, നിരന്ന് നിൽക്കും. ആ പെണ്ണ് ആരെ ചൂണ്ടിക്കാണിക്കുന്നുവോ അവനായിരിക്കും ആ കുഞ്ഞിൻ്റെ തന്ത. അതായിരുന്നു അന്നത്തെ 6-ാം നൂറ്റാണ്ടിലെ പിതൃത്വം. ആയിഷ റളിയല്ലാഹു പറഞ്ഞു, ചില ആളുകൾ എത്രത്തോളം മതപ്പതിച്ച ടീമാണെന്നറിയോ, ചില ആളുകൾ, ചില ഭർത്താക്കന്മാർ അവരുടെ ഭാര്യമാരെ ചില ആളുകളെ സമീപിക്കാൻ നിർബന്ധിച്ച് പറഞ്ഞയക്കും. എന്തിനാണെന്നറിയോ, നല്ല തൊലിവെളുപ്പും സൗന്ദര്യവും
കാണാൻ നല്ല ബർക്കത്തുള്ള ആളുകളുടെ ബീജത്തിലൂടെ അയാളെ ഭാര്യയിലൂടെ സൗന്ദര്യമുള്ള കുഞ്ഞ് പിറക്കാൻ. അത്ര വൃത്തികെട്ട ടീമായിരുന്നു അന്നത്തെ അറബികൾ. ഹദിയില്ലാത്തവർ, മൻഹജില്ലാത്തവർ. പക്ഷെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, അവർക്കൊരു ഹദി കാണിച്ചു കൊടുത്തു, ഒരു മാർഗം അവർക്ക് വരച്ചു കൊടുത്തു, വളരെ കൃത്യമായ മാർഗം. ഇന്നൊരു പക്ഷേ ഇസ്ലാമിൻ്റെ ചരിത്രം വായിക്കുന്ന ആള് തലയിൽ കൈവച്ചിട്ട് പറയും, ഷോ ഇവരെ പറ്റിയാണോ 6-ാം നൂറ്റാണ്ടിലെ ഈ വൃത്തികേടിൻ്റെ കഥകളൊക്കെ നിങ്ങൾ പറയുന്നത്? അത്രത്തോളം അവര് മാറി. മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞല്ലേ, ഇന്ത്യ രാജ്യത്തൊരു അധികാരം കിട്ടുമെങ്കിൽ എന്ത് ഭരണമാണ് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിച്ചത്? ഖലീഫ ഉമറിൻ്റെ. ആരായിരുന്നു ആ ഉമർ? ഉമറിന്റെ ജാഹിലിയത്തിന്റെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കിയേ. അദീയ് ഗോത്രത്തിലെ അടിമകളെ മുസ്ലിമായതിൻ്റെ പേരിൽ ചങ്ങലയിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ച ക്രൂരതയുള്ള ഒരു ഉമർ. അങ്ങനത്തെ ഒരു ഉമർ ഉണ്ടായിരുന്നു ജാഹിലിയത്തിൽ. ആ ഉമറിന്റെ ഭരണം ഇന്ത്യ രാജ്യത്ത് വരണമെന്ന് മഹാത്മാഗാന്ധിയെ പോലെയുള്ള വിദ്യാസമ്പന്നനും ചിന്തകനുമായ ഒരുത്തൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂൽ കാണിച്ച ഹദിയാണ്, ആ മാർഗം, ആ വഴി. അതിലൂടെയാണ് അവർ മാറിയത്. അതാണ് അവരെ മാറ്റിയത്. സഹാബാക്കളിൽ പലരുടെയും, നമ്മളാകെ ചിലപ്പം 4 ഖലീഫമാരുടെയും ബിലാലിൻ്റെയും പിന്നെ അതേപോലെ തന്നെ മുസ്അബ് ഇബ്നു ഉമൈറിൻ്റെയും ഖബ്ബാബിൻ്റെയൊക്കെ ചരിത്രം മാത്രമേ കേട്ട് നമുക്ക് സഹാബത്തിനെ പരിചയം ഉണ്ടാവുള്ളൂ, റളിയല്ലാഹു അൻഹും അജ്മഈൻ. അതല്ലാത്ത കാട്ടുകൊള്ളക്കാരും പിന്നെ വീരശൂര പരാക്രമികളും ക്രൂരന്മാരും ഒക്കെ വന്ന കഥകൾ പലതുണ്ട്. അവർക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴി കാണിച്ചിട്ടുണ്ട്, ഹദി. അതാണ്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ധൈര്യത്തോടെ പറഞ്ഞില്ലേ, ബിഅയ്യിഹി മുഖ്തദൈതും ഇഹ്തദൈതും. നിങ്ങൾ അള്ളാഹിന്റെ കാര്യത്തിൽ, ഇതിന്റെ സഹാബാക്കളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചോളണം. അസ്ഹാബി കന്നുജൂം, നക്ഷത്രങ്ങളാണവർ. അവരിൽ ആരെ പിൻപറ്റിയാലും നിങ്ങൾ ഹിദായത്തിനാവും. ഖുർആനിൽ അള്ളാഹു പറഞ്ഞില്ലേ, അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, അവര് വിശ്വസിച്ച പോലെ നിങ്ങൾ വിശ്വസിക്കൂ. ആമിനു കമാ ആമനന്നാസ്. എന്തായിരിക്കും ആ ഒരു വാക്കിന്റെ കടുപ്പം? ഈ 6-ാം നൂറ്റാണ്ടിലെ തെമ്മാടിത്തരത്തിന്റെ ചരിത്രം പറഞ്ഞ ആ ആൾക്കാരെ വെച്ചിട്ട് അള്ളാഹു പറയുന്ന ആമിനു കമാ ആമനന്നാസ്, അവർ വിശ്വസിച്ച പോലെ നിങ്ങൾ വിശ്വസിക്കൂ. ഇപ്പൊ എന്തായിരിക്കും ആ കാണിച്ചു കൊടുത്ത മാർഗം, ആ വഴി, അവർ സഞ്ചരിച്ച് തിരിച്ചു വന്ന വഴി? ഫബിഹുദാഹു മുഖ്തദി. അവരുടെ ഒരു മാർഗമുണ്ട്, അവരുടെ നേരിന്റെ മാർഗം, നിങ്ങൾ അതിനെ ഫോളോ ചെയ്തോളൂ. അള്ളാഹുവിന്റെ ഖുർആനിലുള്ള കൽപ്പനയാണ്. ആ ഹദീനാണ് ഷെയ്ഖ് ഇവിടെ ഹദീ കൊണ്ട് ഉദ്ദേശിച്ചത്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച വഴി, മാർഗം. ഫയദ്ഖുലു ഫീ ദാലിക്. ആ മാർഗം എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടും ജമീഉദ്ദീൻ അല്ലദീ ബല്ലഗഹു അനില്ലാഹി ജല്ല വഅല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൽ നിന്ന് എന്തൊക്കെയാണോ ദീനായി നമുക്ക് പഠിപ്പിച്ചത് അതെല്ലാം ആ ഹദിയിൽ പെട്ടു എങ്കിൽ അതെല്ലാം നമുക്ക് ഏറ്റവും പൂർണ്ണമായതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി പൂർണ്ണത കൈവരിക്കാനുള്ള ഒന്ന് ദുനിയാവിലില്ല. ഒരാളുടെ നിലപാടുമില്ല, ആരുടെ നിയമങ്ങളും ഇല്ല, ഒരാളുടെ മാർഗവും ഇല്ല. ദീൻ എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അത് മുഴുവൻ പൂർണ്ണമാണ്. വമിൻ ദാലിക അൽ അഹ്കാം. ആ ദീനിൽപ്പെട്ടത് തന്നെയാണ് നിയമങ്ങളും. ഹുക്മിനെ പറ്റി പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയമമാക്കിയ നിയമത്തെക്കാളും മനോഹരമായത് വേറെ ആരുടെയെങ്കിലും നിയമമാണ്, അല്ലെങ്കിൽ താഗൂത്തുകളുടെ നിയമമാണ്. താഗൂത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത ആളുകൾ, അള്ളാഹു അല്ലാത്ത ആരാധ്യർ, അവരുടെ നിയമങ്ങളാണ് എന്നൊരുത്തൻ വിശ്വസിച്ചാൽ അതും കുഫറിലാണ്. ദീനിൽപ്പെട്ടതാണ് അഹ്കാമുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയമങ്ങൾ. അപ്പൊ ഫൽ ഹദിയു അഅമ്മു. മാർഗം എന്ന് പറയുന്നത് വിശാലമായ അർത്ഥത്തെ ഉൾക്കൊള്ളിക്കുന്നൊരു വാക്കാണ് ഹദിയ. വൽ ഹുക്മു അഖസ്സു. ആ വിശാലമായ ദീനിൽപ്പെട്ട പ്രത്യേകമായ ചില കാര്യങ്ങളാണ് അഹ്കാമുകൾ, നിയമങ്ങൾ. നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ കട്ടവന്റെ കൈമുറിക്കുന്ന നിയമം,
കല്യാണം കഴിച്ച വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലുന്ന നിയമം, അപരാധം പറഞ്ഞു പരത്തിയവനെ ആൾക്കാർക്കിടയിൽ കൊണ്ടുവന്ന് 80 ചാട്ടവാറിൻ്റെ അടിയടിക്കുന്ന നിയമം, കൊന്നവനെ തിരിച്ച് പകരം അതേപോലെ കൊല്ലുന്ന നിയമം, ഇതൊക്കെ അള്ളാന്റെയും അള്ളാന്റെ റസൂലിന്റെ നിയമങ്ങളാണ്. ഇതൊന്നും ശരിയല്ല, ഇതിനേക്കാളും മറ്റന്നെ നല്ലത് എന്നൊരുത്തൻ വിശ്വസിച്ചാൽ കാഫിറാവും. അപ്പൊ ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്നത് നമ്മളെ ഹുക്കം എന്തായിരിക്കും? നമ്മൾ ഈ രാജ്യത്ത് മുക്രഹാണ്, അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇത് ഇസ്ലാമിക രാജ്യമല്ല, ഇത് ഒരുത്തൻ്റെ രാജ്യമല്ല. അങ്ങനെയുണ്ട് ഇപ്പം ചില ടീംസ് ഇറങ്ങിയിട്ട്, ഇത് ഇന്ത്യ രാജ്യമാണ്, ഇവിടെ ഒന്നും പറ്റൂല. നസാറാക്കളെ ആ തൊപ്പി വിൽക്കുന്നത് കണ്ടോ, നമ്മളത് അംഗീകരിച്ചുകൊണ്ട് പറയല്ല കേട്ടോ. നസാറാക്കളെ പരിപാടി നമ്മളെ കാഴ്ചപ്പാട് തെറ്റന്നെ. പക്ഷെ ഒരു ഇന്ത്യക്കാരൻ അങ്ങനെ ചെയ്യുമ്പം വേറെ ഇന്ത്യക്കാരൻ വന്നിട്ട് ഇത് നമ്മുടെ രാജ്യമാണ്, നിങ്ങൾ വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തെണ്ടിത്തരല്ലേ, തോന്നിവാസമല്ലേ? എന്താ നമ്മുടെ നാടിൻ്റെ അവസ്ഥ? എന്താ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ? എങ്ങോട്ടാ ഈ രാജ്യം പോകുന്നത്? ആരാ ഈ രാജ്യം ഭരിക്കുന്നു? ഒരു ബോധവുമില്ല, ഒരു ലക്കുമില്ല, ലഗാനുമില്ല, കടിഞ്ഞാണുമില്ല. ഇങ്ങനെ പോവാണ്. ആർക്കെന്തും പറയാം, ആർക്കെന്തും ചെയ്യാം, ആരെയും അടിക്കാം, ഇടിക്കാം, കൊല്ലാം. പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പെണ്ണ് പരാതിയുമായിട്ട് പോവാണ്, ഭർത്താവിനെ കാണുന്നില്ല. ആ ഏമാമാര് ആ പെണ്ണിനെ അവിടെ നിന്ന് ബലാത്സംഗം ചെയ്തിട്ട് പീഡിപ്പിച്ചിട്ട് മൂലക്കാക്കിയിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്ത്. ശരിക്കും പറഞ്ഞാൽ അറബികളത്തേക്ക് പോണ്ട, കേരളം വിട്ടാൽ ഉത്തരേന്ത്യയിലൊക്കെ പോകുമ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട്, കേരളത്തിലാണല്ലേ മാഷാ അല്ലാഹ് നല്ല നാടാണ്, അള്ളാഹു നിലനിർത്തട്ടെ, നല്ല നിലക്കന്നെ അള്ളാഹു നമ്മുടെ നാട്ടിനെ കൊണ്ടോട്ടെ, നിർഭയത്വം അള്ളാഹു നസീബാക്കട്ടെ. എന്തൊരവസ്ഥയാണ് നാടിൻ്റെ. ഇപ്പോൾ ഒരു വീഡിയോ വൈറലായിട്ട് കണ്ടില്ലേ? ഏതോ ഒരു രാജസ്ഥാനിയോ മറ്റൊരു ചെക്കൻ, ഒരു പാവപ്പെട്ട ഫക്കീർ, ക്രിസ്മസ് ആണല്ലോ ഇപ്പോൾ, ഡിസംബർ മാസമാണല്ലോ. അപ്പം നസാറാക്കളുടെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ കുപ്പായവും താടിയും അതും ഇതുമൊക്കെ റോഡ് സൈഡിൽ വിറ്റുകൊണ്ടിരിക്കുക. ഓനടുത്ത് വന്നിട്ട് ഇവനെ ആക്രോശിക്കാണോ? പറ്റൂല, ഇവിടെ വെക്കാൻ പറ്റൂല, ഈ ഹിന്ദുവിൻ്റെ രാജ്യമാണ്. ഇത് ആരെഴുതി കൊടുത്ത രാജ്യം ഹിന്ദുവിന്? ഒരു ജാതി ഒരു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മതമുണ്ടോ? അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ദൈവമുണ്ടോ? പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും വിളിക്കണം എന്ന് പറഞ്ഞ് വിളിപ്പിക്കുന്നൊരു ദീൻ. എന്തൊരു മതം ഇത്? മതത്തെ മൊത്തത്തിൽ പറയുന്നതല്ല, ആ മതത്തിൽപ്പെട്ട ചില ആൾക്കാരുടെ രീതി പറയുകയാണ്. അങ്ങനെ ഒരു നാണക്കേട്, ലജ്ജാവഹമല്ലേ അത്? അവിടെയല്ലേ ഇസ്ലാമിൻ്റെ ഒരു ഭംഗിയും ഇസ്ലാമിൻ്റെ. അള്ളാഹു പറഞ്ഞെന്താ? ലാ ഇക്റാഹ ഫിദ്ദീൻ, ലാ ഇക്റാഹ ഫിദ്ദീൻ. ആരെയും വാള് വെച്ചിട്ട് വിളിപ്പിക്കൊന്നും വേണ്ട, വിളിക്കണം അല്ലാഹു അക്ബർ, ഒരു കാര്യമില്ല. ഇനിയിപ്പം അസ്ലിയായി മുസ്ലിമായിട്ട് മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരുത്തൻ ഒന്നാമത്തെ സഫിൽ, ഓനോടും നിങ്ങൾ നിർബന്ധിച്ചിട്ട് വിളിക്കണം അല്ലാഹു അക്ബർ, ഒരു കാര്യമില്ല. ഇതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ പുറത്തേക്ക് വന്നോളൂ. ഇസ്ലാം എത്ര മനോഹരമായിട്ട് നമുക്ക് പഠിപ്പിച്ചത്. അല്ലാഹു ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. സത്യം വ്യക്തമാണ്, അസത്യവും വ്യക്തമാണ്. സത്യം പറഞ്ഞു കൊടുത്തോ, ഫമൻ ശാഅ ഫല്യുമിൻ, വേണ്ടോ സ്വീകരിച്ചോട്ടെ, ഫമൻ ശാഅ ഫല്യക്ഫുർ, വേണ്ടേ നീ നിന്റെ വഴിക്ക് പോയിക്കോ. പ്രത്യേകിച്ച് ഇത്ര മനോഹരമായ ഒരു രാജ്യത്ത് എല്ലാ മതക്കാർക്കും സുന്ദരമായി ജീവിക്കാനും അവരുടെ ആശയാദർശങ്ങൾ മുറുകെ പിടിക്കാനും അത് പരസ്യമായി പ്രബോധനം ചെയ്യാനും അത് ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കാനും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകപ്പെട്ട ഇതേപോലത്തെ ഒരു രാജ്യത്ത് എന്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ മുക്രഹാണ്. നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ നിയമാവലികളെ നമ്മൾ അനുസരിക്കുന്നു എന്നത് നമ്മൾ മുക്രഹ നിർബന്ധിതനായത് കൊണ്ടാണ്. ഇൻഷുറൻസ് അക്കൗണ്ടല്ലേ നമ്മൾ എടുക്കുന്നത്. ഇൻഷുറൻസ് ഇല്ലാണ്ട് റോഡ് വണ്ടി ഇറക്കാൻ പറ്റുമോ? നമുക്ക് ഈ രാജ്യത്ത് എടുത്തേ പറ്റുള്ളൂ. അങ്ങനെ പല നിയമങ്ങളും. അത് നമ്മൾ മാനസികമായും മനസ്സുകൊണ്ട് ഇതാണ് ഏറ്റവും നല്ലത്, ഇതാണ് പരിപൂർണമായ നിയമം എന്ന് വിശ്വസിച്ചത് കൊണ്ടല്ല. നമ്മളെ വിശ്വാസപ്രകാരം ഏറ്റവും പരിപൂർണമായതും ഏറ്റവും നല്ലതുമായ നിയമം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു തന്ന വഴിയും അള്ളാഹുവിൻ്റെ നിയമങ്ങളുമാണ്. ഒരു സംശയവും ആ കാര്യത്തിലില്ല. അപ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് എന്നാൽ പിന്നെ ആ നിയമം നടപ്പിലാക്കിക്കൂടെ? നമുക്ക് പറ്റൂല, ഇസ്ലാമിക രാജ്യത്ത് നടപ്പിലാക്കേണ്ട നിയമങ്ങളല്ല, ഇസ്ലാമിക രാജ്യമല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ മുക്രഹാണ്, നിർബന്ധിതനാണ്. അതുകൊണ്ട് നമ്മളങ്ങനെ ജീവിച്ചു പോകും. ഇനി അതിനു വേണ്ടി കൊണ്ടുപിടിക്കണോ? വേണ്ട. അതിനുവേണ്ടി കല്ലെറിയാൻ പോണോ? വേണ്ട. കാരണം അത്രേ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ.
ഫത്തഖുല്ലാഹ മസ്തതഅ്തും. നിങ്ങൾക്ക് അത്ര നിങ്ങൾ രാജ്യത്ത് ഇനി നിങ്ങൾക്കത് ഒട്ടും താങ്ങാൻ പറ്റുന്നില്ലേ, ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ലേ, നിങ്ങൾക്ക് വേറൊന്നും ചെയ്യാൻ പറ്റൂലേ, ഇന്ന അർദി വാസിഅ ഫതുഹാജിറു, എൻ്റെ ഭൂമി വിശാലമാണ്, അത് പറ്റുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോയിക്കോളിൻ, അള്ളാഹു ബാക്കി വഴി അള്ളാഹു എളുപ്പാക്കി തരും. അത്രയേ ഉള്ളൂ. പക്ഷെ നിയമം അത് അള്ളാഹുവിൻ്റെ നിയമമാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയമമാണ്. എല്ലാ കാര്യത്തിലും ഏറ്റവും പൂർണ്ണമായതും ഏറ്റവും മനോഹരമായതും. ഇത് വിശ്വസിക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. കാരണം അള്ളാഹുവിൽ നിന്നുള്ള അന്നഹു വഹ്യുൻ മിനല്ലാഹ്, ആ ഹദിയും ആ നിയമങ്ങളും ഒക്കെ അള്ളാഹുവിൽ നിന്നുള്ള വഹയിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കത്തോ മദീനത്തോ റൂമിലിരിക്കുമ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരു ചിന്ത വന്നു, എന്നാൽ പിന്നെ ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കിയാലോ? നോ, അങ്ങനെ കൈകടത്താൻ അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും അനുവദിച്ചിട്ടില്ല. സൂറത്തുൽ ഹാഖയിൽ അള്ളാഹു പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ, ആ പ്രവാചകൻ എങ്ങാനും എൻ്റെ മേൽ ചില വാക്കുകൾ, ഒരു നിയമമല്ല, ഒരു തത്വമല്ല, ചില ബഅദൽ അഖാവീൽ, ചില വാചകങ്ങൾ എങ്ങാനും കെട്ടിച്ചമച്ച് പറഞ്ഞാൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ, നാം വലത് കൈ കൊണ്ട് അവനെ പിടിച്ചു കളയും. പ്രവാചകനെ പറ്റിയാ പറയുന്നത്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി. സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ, എന്നിട്ട് ആ ജീവനാടിയില്ലേ അത് ഞാൻ മുറിച്ചു കളയും, അഥവാ ഞാൻ മെരിപ്പിച്ചു കളയും, വേണ്ടാന്ന് നോക്കും. അങ്ങനത്തെ ഒരു പ്രവാചകൻ. ഫമാ മിൻകും മിൻ അഹദിൻ അൻഹു ഹാജിസീൻ, നിങ്ങളിൽ ഒരാൾക്കും എൻ്റെ അടുത്ത് നിന്ന് പ്രവാചകനെ രക്ഷപ്പെടുത്താനും പറ്റൂല ഞാൻ ഇടപെട്ടാൽ. അള്ളാഹുവിന്റെ റസൂലിന് വരെ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകടത്താൻ അവകാശമില്ല ദീനിൽ. അത്ര കൃത്യമാണ് ദീനുൽ ഇസ്ലാം. അവിടെ അല്ലേ തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റാത്തത്. ഇപ്പം ഈ ഇടക്ക് കഴിഞ്ഞ ആഴ്ച ഏറ്റവും ഒരു ഡിബേറ്റ് നടന്നു. നമ്മളെ ഹിന്ദി സിനിമാ സംവിധായകനോ സംഗീത സംവിധായകൻ ജാവേദ് അഖ്തറും ഒരു ഷാമിൽ നദ്വിയും തമ്മിൽ. നിങ്ങൾ കേട്ടിനോ? അങ്ങനെ എന്തെല്ലോ ലോകത്ത് നടക്കുന്നുണ്ട്. അല്ലൊന്നും കാണണം. നിങ്ങൾ കാട്ടാമ്പള്ളി മാത്രം അറിഞ്ഞാൽ പോരാ, അതിൻ്റെ അപ്പുറത്തെല്ലാം അറിയണം. ജാവേദ് അഖ്തറിനെ അറിയോ? ഹിന്ദി ഫിലിമിലെ മൂപ്പര് വ്യത്യസ്തമാണ്. അള്ളാഹനെ നിഷേധിക്കുന്ന ടീമാണ്. പേരെല്ലാം കേൾക്കുമ്പോൾ ജാവേദ് അഖ്തർ ഹഫിദഹുല്ലാ എന്നൊക്കെ പറഞ്ഞാണ് ചിലപ്പോൾ പേര് കേട്ടാൽ. ഒരു നദ്വയിൽ പഠിച്ച നദ്വിയായ ഒരു പണ്ഡിതൻ, അദ്ദേഹം ഇപ്പം മലേഷ്യയിൽ ഡോക്ടറേറ്റിന് വേണ്ടി, അയാൾ ആദർശം എന്താണ്, അഖീദ എന്താ, മനഹജ് എന്താ എനിക്കറിയില്ല, അള്ളാഹു ആലം. പക്ഷെ അദ്ദേഹം നടത്തിയ ഡിബേറ്റ്, ജാവേദ് അഖ്തർ ദുനിയാവിൽ ഇങ്ങനെ പരാജയപ്പെട്ടൊരു പരീക്ഷ എഴുതിയിട്ടുണ്ടാവില്ല. അത്തരത്തിലാണ് ആ നദ്വി സമർത്ഥിച്ചത്. കൃത്യമായി തുടക്കത്തിലെ മൂപ്പര് പറഞ്ഞു, ഞാൻ മതപരമായ നിയമങ്ങളോ അല്ലെങ്കിൽ തെളിവുകളോ വെച്ചുകൊണ്ടല്ല ജാവേദ് അഖ്തറിനോട് സംസാരിക്കാൻ പോകുന്നത്, ലോജിക്ക് വെച്ചാണ്. അത് മാത്രമേ മൂപ്പര് പറഞ്ഞിട്ടുള്ളൂ. എല്ലാവർക്കും കേൾക്കാം, അതുകൊണ്ട് എല്ലാവർക്കും കേൾക്കാം. ലോജിക്ക് മാത്രം. ഈ പ്രപഞ്ചത്തിന് ഒരു ഉടയവനുണ്ട് എന്ന് ഏത് തലച്ചോറുള്ള മനുഷ്യനും മനസ്സിലാവുന്ന തരത്തിൽ ക്ലിയറായി അദ്ദേഹം ആ സദസ്സിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. ജാവേദ് അഖ്തറിന് അവസാനം മുണ്ടാട്ടം മുട്ടിപ്പോയി. സമ്മതിക്കേണ്ടി വന്നു, എനിക്ക് സയൻസ് അങ്ങനെയൊന്നും അറിയില്ല, ഒന്ന് പഠിക്കട്ടെ എന്ന്. ദീനുൽ ഇസ്ലാം വഹയാണത്. അതിൽ തെറ്റ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചവന് സാധിക്കൂല, അവൻ തോറ്റിട്ടോടും. ഒരു തെറ്റ് വേണ്ട, ഒരു വളവ്, മൊത്തത്തിൽ പൊട്ടൽ വേണ്ട, ഒരു വളവ് കണ്ടുപിടിച്ചാൽ മതി. ദീനുൽ ഇസ്ലാമിൽ സാധ്യമേ അല്ല. ഇപ്പം ആണുങ്ങൾ 4 കെട്ടുന്ന വിഷയത്തിൽ എന്തൊക്കെയാ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്, ആർക്കെങ്കിലും അത് വാദിച്ച് ജയിക്കാൻ പറ്റുന്നുണ്ടോ? എന്തൊക്കെ ന്യായങ്ങൾ, എന്തൊക്കെ കാരണങ്ങൾ, അത് ഇത് മറ്റേ മറിച്ച്, എന്നിട്ട് അത് സമർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? ഇങ്ങനെ പറയാന്നല്ലാതെ, എഴുതാന്നല്ലാതെ സമർത്ഥിക്കാൻ സാധിക്കുന്നില്ലല്ലോ. പെണ്ണിൻ്റെ സമത്വം, എന്തൊക്കെ ചർച്ചകൾ, എത്ര പ്രഭാഷണങ്ങൾ, എത്ര എഴുത്തുകുത്തുകൾ, സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഭയങ്കരമായി. എന്നിട്ട് സമമാക്കാൻ പറ്റിയോ? എല്ലാവരും പറഞ്ഞ് വാദിച്ച് ലാസ്റ്റ് എത്തുന്നേടെ ആണിനെ പറ്റിയും പെണ്ണിനെ പറ്റിയും ഖുർആൻ പറഞ്ഞത് എന്താണോ അവിടത്തേക്ക് തന്നെ. ഇപ്പോഴും പെണ്ണിനോട് ഗവൺമെൻറ് പറയുന്നു, പുറത്തു പോകുമ്പോൾ ബാഗിൽ മറ്റേ പെപ്പർ സ്പ്രേ വെച്ചോ. സമത്വത്തിന് വേണ്ടി വാദിക്കുന്നു, പിന്നെ എന്തിനാ സ്പ്രേ വെക്കാൻ പറയുന്നു? ഇപ്പോഴും KSRTC ബസ് കയറിയാൽ സ്ത്രീകളും പുരുഷന്മാരും, അതിനാ പിന്നെ
ഇപ്പോഴും ബില്ലടക്കാൻ പോയാൽ ക്യൂ നിൽക്കുമ്പം പെണ്ണുങ്ങളെ സെഫിലാണ് നിൽക്കുന്നത്, അങ്ങോട്ട് മാറ്റി എത്തും. ടിക്കറ്റ് എടുക്കാൻ പോയാലും പെണ്ണിനെ കാണുമ്പോൾ ആൾക്കാർ മാറിക്കൊടുക്കും, പെണ്ണല്ലേ, നമ്മളാണല്ലേ, പിന്നെന്തൊരു സമത്വത്തിൻ്റെ വർത്താനം അതിൻ്റെ ഇടക്ക് ആവൂല. എന്തുകൊണ്ടാവൂല? അള്ളാഹുവിൽ നിന്നുള്ള വഹിയിലൂടെ സ്ഥാപിതമായ ദീനിന്റെ നിയമത്തിൽ പറയുന്നത് ആവൂല എന്നാണ്. അതുകൊണ്ടാവൂല. എങ്ങനെയാവും? രണ്ട് ജിൻസല്ലേ. എല്ലാ വാദങ്ങളും അവസാനം കുഴിയിൽ. അങ്ങനെ എന്തെല്ലാം ആരൊക്കെ നിർത്തി ഭയങ്കരമായിട്ട് കുറ്റം പറയും സൗദിയത്തുൽ അറബിയ എന്ന് പറയുന്ന രാജ്യത്തെ. അള്ളാഹു ആ രാജ്യത്തെ അനുഗ്രഹിക്കട്ടെ. തലവെട്ടി കൊല്ലുന്നു, കൈവെട്ടുന്നു, ക്രൂരന്മാര്, കാട്ടറബികൾ, മനുഷ്യത്വമില്ലാത്ത ടീം, അങ്ങനെ പറയാ. അവിടെ നിയമം നടപ്പാക്കുമ്പോൾ ഇപ്പം ന്യൂസിലൊക്കെ കാണുന്നുണ്ടല്ലോ, തലവെട്ടുന്ന, മയക്കുമരുന്നിന് പിടിച്ചവൻ്റെ തലവെട്ടി, വ്യഭിചരിച്ചവൻ്റെ തലവെട്ടി. ഇനി ഇവിടെ സ്വന്തം വീട്ടിലോ കുടുംബത്തിലോ ഏതെങ്കിലും പെൺകുട്ടികൾ അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടാൽ ഫേസ്ബുക്കിൽ എഴുതും, ഇസ്ലാം പറഞ്ഞ പോലത്തെ നിയമമാണ് കൊണ്ടുവരുന്നുണ്ട്, അപ്പോഴേ പാഠം പഠിക്കുള്ളൂ. എന്നെ ഇസ്ലാം പറഞ്ഞ് പാഠം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആ നിയമം പാസ്സാക്കിയത്. എത്ര ആൾക്കാർ പറഞ്ഞു പോയി അങ്ങനെ, എത്ര നേതാക്കന്മാർ പറഞ്ഞു പോയി അങ്ങനെ. ഇസ്ലാമിൻ്റെ നിയമമാണ് കൊണ്ടുവരേണ്ടത്. അതെ, ഇസ്ലാമിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ നിയമമാണ്, സൃഷ്ടിച്ചവൻ്റെ നിയമമാണ്, വഹ്യാണത്. അള്ളാഹു പറഞ്ഞു സൂറത്തുൻ നജ്മിൽ, വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. നമ്മൾ ഈ ഇസ്ലാമി വിരോധികൾ അറിയേണ്ട ഒരു സംഗതി എന്താണെന്നറിയോ? ഇസ്ലാമിനോടുള്ള വെറുപ്പും വിരോധവും കാരണം അതിലെന്തെങ്കിലും ഒരു പഴുത് കണ്ടെത്താൻ അഹോരാത്രം ശ്രമിച്ചു 18 അടവുകൾ പയറ്റിയാലും കിട്ടൂല. കാരണം അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയ ദീനല്ല. മുഹമ്മദിന്റെ ദീനിൽ പ്രസംഗിക്കുമ്പോൾ പറയുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുഹമ്മദൻ ലോ അങ്ങനെയല്ല പറയാ. മുഹമ്മദിന്റെ ലോ അല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിന്റെ ലോ ആണത്. അള്ളാഹുവിന്റെ ലോ ആണ്, അള്ളാഹുവിന്റെ നിയമമാണ്. വമാ യൻതിഖു അനിൽ ഹവ, നിങ്ങളുടെ പ്രവാചകൻ ഹവക്കനുസരിച്ച് സംസാരിക്കൂല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ, അത് നാം ആ പ്രവാചകന് നൽകിയ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ വാക്കാണ്. അതെങ്ങനെ തെറ്റുക? ലോകത്തിന്റെ സൃഷ്ടാവ് പറഞ്ഞ വാക്ക് എങ്ങനെ തെറ്റുക? അല്ലമഹു ശദീദുൽ ഖുവ, അത് പഠിപ്പിച്ചതാണെങ്കിലോ ശക്തവാനായ ജിബ്രീലാണ്. പിന്നെ ചതിയോ വഞ്ചനയോ കാണിക്കാത്ത ഉത്തരവാദിത്വം നീതിയോടെ പൂർത്തിയാക്കുന്ന ജിബ്രീലാണ് വന്ന് പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും നല്ല മാർഗവും ഏറ്റവും നല്ല നിയമവും. മാത്രമല്ല അള്ളാഹു പറയുന്നുണ്ട് സൂറത്തുൽ ഇസ്രാഇന്റെ 9-ാമത്തെ ആയത്തിൽ, ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതീ ഹിയ അഖ്വം, തീർച്ചയായും ഈ ഗ്രന്ഥം ഈ കെട്ടിക്കിടക്കുന്ന, പലപ്പോഴും പല പള്ളിയിലെയും ഖുർആനൊക്കെ ഇടയ്ക്കിടയ്ക്കെടുത്ത് മുക്രിക്ക തുടച്ച് വെച്ചിട്ടില്ലെങ്കിൽ ചെതല് തിന്നിട്ട് നമുക്ക് പോകും. അത്രയും ഖുർആനുണ്ട്, എടുക്കുന്ന ആൾക്കാർ കുറവുമാണ്. പഴയ പള്ളിയിലും ഉദ്ഘാടനത്തിന് മുമ്പ് ഗൾഫിലേക്ക് മദീനത്തേക്ക് ലെറ്റർ കൊടുത്ത് മദീനത്തെ പോയിട്ട് ഹെഡ് പോയിട്ട് കാണും, അവിടെ നിന്ന് 3-4 പെട്ടി അവർ കപ്പലിലോ ഫ്ലൈറ്റിലോ അയക്കും. അങ്ങനെ ആ പെയിൻറ്റിങ്ങിനൊക്കെ യോജിച്ച രീതിയിൽ ഷെൽഫെല്ലാം ഉണ്ടാക്കി അതിലിങ്ങനെ അട്ടിക്കട്ടിക്ക് വെക്കും. ഏത് ഖുർആൻ? യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം എന്ന് പറയപ്പെട്ട ഈ ഗ്രന്ഥം. എപ്പോഴെങ്കിലും മുക്കിലേക്ക് എടുത്ത് അതിൻ്റെ ഇടയിൽ 2 പല്ലിയും പിന്നെ 10 പല്ലിയുടെ മുട്ടയും നോക്കിക്കോ, എടുത്തു നോക്കിക്കോ. പക്ഷെ ഖുർആൻ അല്ല പറഞ്ഞെന്താ അറിയോ? ഈ ഗ്രന്ഥം നിങ്ങളെ ഏറ്റവും നല്ല ചൊവ്വായ വഴിക്ക് നടത്തുന്ന ഗ്രന്ഥമാണ്. അത് വിട്ടതാണ് സമൂഹത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഏറ്റവും വലിയ പ്രശ്നം. സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പരിഹാരമായിട്ട് പലരും പറയുന്നത് ഇപ്പോൾ പല വ്യക്തികളെയുമാണ്. അതൊരു വ്യക്തിക്കൊന്നും സമൂഹത്തിൽ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പരിഹാരം ഒറ്റൊന്നേ ഉള്ളൂ, ഖാലല്ലാഹ് വഖാല റസൂലുള്ളാഹ്. ആ വഴിക്ക് വരാതെ സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ മാറൂല, ഒരിക്കലും മാറൂല. മാത്രമല്ല അള്ളാഹു പറഞ്ഞു സൂറത്തുൽ ജിന്നിന്റെ 1-2 ആയത്തുകൾ, ജിന്നുകള് പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് കേട്ടിട്ട് പറയാൻ, ഇന്ന സമിഅനാ ഖുർആനൻ, നമ്മളിതാ ആ പരിശുദ്ധമായ ഖുർആൻ കേട്ടിരിക്കുന്നു, അജബൻ, അത്ഭുതകരമായ ഖുർആൻ, യഹ്ദി ഇലർ റുഷ്ദി,
നേർമാർഗത്തിലേക്കും നല്ല വഴിയിലേക്കും നയിക്കുന്ന ഖുർആൻ എന്ന് ജിന്നുകൾ പറഞ്ഞതായും പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നു. അപ്പം അതാണ് ഈ ഹദിയ് ഏറ്റവും പൂർണ്ണമാണെന്നും ഈ നിയമം ഏറ്റവും മനോഹരമാണെന്നും പറയാനുള്ള കാരണം. അതല്ല, മറ്റതാണെന്നൊരുത്തം വിശ്വസിക്കലോടുകൂടി അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, ഫഹുവ കാഫിറുൻ, അവൻ കാഫിറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ്, സംസാരങ്ങളിൽ ഏറ്റവും ഖൈറായത് അല്ലാഹുവിൻ്റെ ഖുർആനാണ്. വഖൈറുൽ ഹദിയി ഹദിയു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജീവിത മാർഗം, മനുഷ്യന് ലക്ഷ്യത്തിലെത്തിച്ചേരാനുള്ള ജീവിത മാർഗം, അതിൽ ഏറ്റവും നല്ല മാർഗം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമാണ്. മറ്റൊരു റിപ്പോർട്ട് ഇങ്ങനെ കാണാം, ഇമാം അഹ്മദിൻ്റെ റിപ്പോർട്ടാണ്, അഹബ്ബുദ്ദീനി ഇലല്ലാഹ്, അള്ളാഹുവിന് ഒരു അടിമയിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദീൻ അൽ ഹനഫിയ്യത്തു സംഹ, അങ്ങോട്ടിങ്ങോട്ട് തെറ്റിപ്പോവാത്ത അള്ളാഹു നിയമമാക്കിയ ആ ദീനിലൂടെ സഞ്ചരിക്കുന്നവൻ്റെ ദീനാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദീൻ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം മദീനത്ത് പള്ളിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൗറാത്തിൻ്റെ ഒരു കോപ്പിയുമായി വന്നു. നമുക്ക് ശരിക്കും യഹൂദികളുമായോ നസ്രാണികളുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ ഇന്ന് ക്രിസ്മസിൻ്റെ പല പരിപാടികളിലും മുസ്ലിമീങ്ങളുടെ സാന്നിധ്യം കാണുമ്പം തോന്നിപ്പോകുന്നത് നമ്മളൊക്കെ ഒരേ കേന്ദ്രത്തിൻ്റെ ആൾക്കാരല്ലേ, അതുകൊണ്ട് നമുക്ക് പങ്കെടുത്താലും കുഴപ്പമില്ല. ഓണം പോലെയല്ല, അത് ഹിന്ദുക്കളുടെ ഒരു ആഘോഷമല്ലേ, ഇത് നസ്രാക്കളുടെ നമ്മളെ ഈസാ നബിനെ പറ്റിയിട്ടുള്ള ആഘോഷമല്ലേ. അങ്ങനെയാണ് ചെറുപ്പക്കാരുടെ വാദം. നമ്മളെ ഈസാ നബി അല്ലേ, അതുകൊണ്ട് നമുക്ക് അതിൽ പങ്കെടുത്താൽ പ്രശ്നമില്ല, അതുകൊണ്ട് നമുക്ക് തൊപ്പിയും ക്രിസ്മസ് ട്രീയും അതിൻ്റെ ഉപകരണങ്ങളും വിറ്റ് പൈസയാക്കിയാലും കുഴപ്പമില്ല, ഹറാമാവൂല എന്നൊരു നിലപാടിലാണുള്ളത് മുസ്ലിമീങ്ങൾ. നമുക്കെല്ലാം പക്ക ഹറാമല്ലേ, പക്ക ഹറാമല്ലേ. വേറൊരു കാര്യം എന്താ അറിയോ, നമ്മളുടെ രണ്ട് പെരുന്നാളുകൾ, ഈദുൽ അദ്ഹ, ഈദുൽ ഫിത്തർ, ഈ രണ്ട് പെരുന്നാളിന് നമ്മളല്ലാത്ത വേറെ ആരെങ്കിലും എന്തെങ്കിലും ആഘോഷം സംഘടിപ്പിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടാ? നമ്മളെ പെരുന്നാൾക്ക് അപ്പുറത്തെ ജോസഫേട്ടൻ ബിരിയാണി വെക്കലുണ്ട? നമ്മളെ വലിയ പെരുന്നാൾക്ക് അപ്പുറത്തെ കൃഷ്ണേട്ടൻ ആട്ടിന് ഇറക്കലുണ്ട? പിന്നെ അമ്മക്ക് മാത്രം എന്താ ഇത് മറ്റുള്ളവരുടെ ആഘോഷത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടാത്ത പോലെ നമ്മൾ മാത്രം, പിന്നെ അല്ല, നമ്മൾ ഇങ്ങനത്തെ ഒരു നാട്ടിൽ ജീവിക്കുമ്പം എല്ലാവർക്കും ഇടയിൽ ഒരേപോലെ ഒരു അത് അവർക്കതില്ലാത്തത്, നമ്മളാരെയും പേടിക്കുന്നു. ശരിയാണ്, ഖൗഫിൽ ശിർക്കുണ്ട്. ഖൗഫിൽ ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുൻതും സാദിഖീൻ, അല്ലാഹു പറഞ്ഞതാണ്. നിങ്ങൾ ആരെയും പേടിക്കണ്ട, എന്നെ പേടിച്ചാൽ മതി നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ. മുസ്ലിമീങ്ങൾ നേരിട്ടെ എന്തോ ആരോ കാണിക്കാൻ ചെയ്യും പോലെ, ആരൊക്കെണ്ടോ എന്തോ നല്ലത് പറയിപ്പിക്കാൻ ചെയ്യും പോലെ, നമുക്കെന്തോ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഈ രാജ്യത്തെ നമ്മളെ കാലിലടിയിൽ നിന്ന് പിന്നെ മണ്ണൂരിപ്പോവാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെ ഒരു പേടിയുള്ള പോലെ. ഒന്നും സംഭവിക്കൂല, ഒന്നും സംഭവിക്കൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിക്കുന്ന കാലത്തോളം ഒന്നും സംഭവിക്കൂല. അതിൽ യഖീനുണ്ടാവണം. ഇൻ വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ തന്നെ ഏറ്റവും ഉയർന്നവർ പക്ഷെ ഈമാനുള്ളവരാണെങ്കിൽ. അതില്ല, അത് വിട്ടു, ചണ്ടികളായിപ്പോയി, വേറും ചണ്ടികൾ. ക്രിസ്മസ് അവധി, കുട്ടികൾ 10-10ാം ക്ലാസ് തൊട്ട് അങ്ങോട്ട് ഡിഗ്രി കോളേജ് വരെ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി പോവാ മുസ്ലിമുകളുടെ കുട്ടികൾ ചവഞ്ഞൊരുങ്ങിയിട്ട്. ആർക്കൊരു കൂസലുമില്ല, ഒരു പ്രശ്നവുമില്ല, ഒരു കുഴപ്പമില്ല. മുസ്ലിം പിള്ളേർ, പെമ്പിള്ളറടക്കം മറ്റേ അപ്പൂപ്പനില്ല, എന്താ എൻ്റെ പേര്, ക്രിസ്മസ് അപ്പൂപ്പൻ എന്താ പറയാ, എന്ത് ക്ലോസ്, സാന്റാക്ലോസ്. മുസ്ലിം പെമ്പിള്ളേർ, കോളേജ് പിള്ളേർക്ക് ആ സാന്റാക്ലോസിൻ്റെ വസ്ത്രം വാങ്ങിയിട്ട് തൊപ്പിയിട്ടിട്ട് ചണ്ടിയും മുട്ടി നടക്കാൻ റോഡ് സൈഡിൽ കൂടെ, ഒരു കൂസലും ആർക്കുമില്ല. എന്ന് പറഞ്ഞാൽ വിശ്വാസങ്ങൾ പറഞ്ഞു, മലവെള്ളപ്പാച്ചലിൽ ഒഴുകി വന്ന ചണ്ടികളെപ്പോലെയായിരിക്കും നിങ്ങൾ അന്ന്. എന്നറിയോ, നിങ്ങളുടെ 4 ഭാഗത്തു നിന്നും ശത്രുക്കൾ പിച്ചി ചീന്തു എന്നാണ് പറഞ്ഞത്.
അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, നമ്മളന്ന് കുറച്ചായിരിക്കുമല്ലേ? ബൽ അൻതും കസീറൂൻ, അല്ല, നിങ്ങളന്ന് ഒരുപാടുണ്ടാവും, പക്ഷെ വെറും ചവറുകളായിരിക്കും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീതാണ്. നാട്ടുകാരെ നന്നാക്കാൻ നമുക്ക് പറ്റൂലേ? നാട്ടുകാരെ നന്നാക്കാൻ നമുക്ക് പറ്റൂല. നമുക്ക് പറ്റുന്നത് നമ്മുടെ നഫ്സും നമ്മുടെ അഹ്ലും. അത് നമ്മൾ നന്നാക്കിയേ പറ്റുള്ളൂ. ഖു അൻഫുസകും വ അഹ്ലീകും. ഞാനും എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ കീഴിൽ ജീവിക്കുന്നവർ, അവരെ നന്നാക്കേണ്ട ബാധ്യത എനിക്കുള്ളതാണ്. നാട്ടുകാരെ മൊത്തം നന്നാക്കാനുള്ള കൽപ്പന പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു തൗറാത്തിൻ്റെ ഒരു കോപ്പിയും കൊണ്ടുവന്നു. അദ്ദേഹം കൊണ്ടുവരാനുള്ള കാരണം എന്താ അറിയോ? മദീനത്തിൽ പോയ സമയത്ത് മദീനയിൽ ജൂതന്മാരെ തൗറാത്തിൻ്റെ ക്ലാസ് നടക്കുന്നുണ്ട്. ഇദ്ദേഹം പോയിട്ടൊന്ന് ഇരുന്നു കൊടുത്തു. നോക്കുമ്പോക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിയിട്ട് വിശദീകരിക്കുന്ന പല കാര്യങ്ങളും ജൂത പണ്ഡിതന്മാരും അതേപോലെ പറയുന്നു. അപ്പോൾ ഉമറിനൊരു, കാരണം ഇത് രണ്ടും ഒരേ സ്ഥലത്ത് നിന്ന് വന്നല്ലേ, ഖുർആനായാലും തൗറാത്തായാലും പല നിയമങ്ങളും ഒരേ പോലത്തുന്നുണ്ട് നമുക്ക്, നമ്മളുടെയും അവരുടെയും ഇടയിൽ. അപ്പോൾ ഉമറിനൊരു ആകർഷണം തോന്നി അങ്ങനെ പറഞ്ഞപ്പോൾ. അതുകൊണ്ട് എടുത്തിട്ട് വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടപ്പോൾ മുഖഭാവമാകെ മാറി, ദേഷ്യം വന്ന് മുഖമാകെ ചുവന്ന്. ഇത് കണ്ടപ്പോൾ തന്നെ ഉമർ തന്നെ പറഞ്ഞു, റളിയതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ. നബിയെ, ഞാൻ കൊണ്ടുവന്നേ ഉള്ളൂ. ഞാൻ റളിയതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ, മൂന്നും അംഗീകരിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ കാന മൂസ ഹയ്യ, ഇനി മൂസ നബി ജീവനോടെ വന്നാൽ തന്നെ മാ വസിഅഹു ഇല്ല ഇത്തിബാഇ, എന്നെ ഫോളോ ചെയ്ത് ജീവിക്കാനേ പറ്റൂ, തൗറാത്ത് കൊണ്ട് ജീവിക്കാൻ ഇനി പറ്റൂല. കാരണം അതിൻ്റെ കാലം കഴിഞ്ഞുപോയി. തൗറാത്ത് കഴിഞ്ഞുപോയി, ഇഞ്ചീൽ കഴിഞ്ഞുപോയി, സബൂർ കഴിഞ്ഞുപോയി, എല്ലാ ഏടുകളും കഴിഞ്ഞുപോയി. ഇനി ഖിയാമത്ത് നാൾ വരെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീൻ മാത്രമേ ഉള്ളൂ, ശരീഅത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഹനഫിയായ, അതിനൊരു ശരിയുണ്ട് അത് എടുക്കാം, ഇതിനൊരു ശരിയുണ്ട് അത് കൊടുക്കാം, അങ്ങനെയല്ലേ? കുപ്പായം പോലെ. എൻ്റെ ഉപ്പ പണ്ട് അങ്ങനെ ഒരു ഉദാഹരണം പറയാനുണ്ട്, ഇപ്പം പറയലില്ല, അത് തെറ്റായത് ഉപ്പാക്ക് ഇപ്പം ബോധ്യപ്പെട്ടു. എന്തിനാ ഓനെ കുറ്റം പറയുന്നത്? തബ്ലീഗും സമസ്തയും എ പിയും ഇ കെയും സുന്നിയും, അല്ല സുന്നിയല്ല സോറി മുജാഹിദും, പിന്നെ നമ്മളെന്നെ എത്ര 3 8 അത്രയെല്ലാം. ഇതെല്ലാം നമുക്ക് വേണം. ഒരു കുപ്പായത്തിൻ്റെ ഒന്നിനെ കയ്യാക്കാം, ഒന്നിനെ കീശയാക്കാം, ഒന്നിനെ കൊടുക്കാക്കാം, ഒന്നിനെ കോളറയാക്കാം. ഇതെല്ലാം കൂടി കൂടുമ്പോഴാണ് എന്താവുക? ഒരു കുപ്പായമാവുക അല്ല. അങ്ങനത്തെ കുപ്പായം നമുക്ക് വേണ്ട. നമുക്ക് ഒറ്റ കുപ്പായം തന്നെ അള്ളാഹു തന്നിട്ടുണ്ട്. ആ ഒരു കുപ്പായം എടുത്തിട്ടാൽ മതി. ഖാല അല്ലാഹ് വഖാല റസൂലുള്ളാഹ്. അതാണ് ഹനഫിയായ കുപ്പായം. അതിന് നന്മയുണ്ട് എടുക്കുക, ഇതൊരു നന്മയുണ്ട് എടുക്കുക, ഇതൊരു നന്മയുണ്ട് എടുക്കുക. അങ്ങനത്തെ ദീനില്ല. എല്ലാ നന്മകളും ഉള്ളതാണ് അള്ളാഹും അള്ളാഹിൻ്റെ റസൂലും ഖുർആനും ഹദീസും. എടുത്താൽ മതി, ഖലാസ്, കഴിഞ്ഞു. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഇങ്ങനെ വിശ്വസിച്ചാൽ ഏറ്റവും നല്ല മാർഗം അള്ളാഹിൻ്റെ റസൂലിൻ്റേതല്ലാത്തൊരു മാർഗമാണ്, അള്ളാഹിൻ്റെ റസൂലിൻ്റേതല്ലാത്തൊരു നിയമം ഏറ്റവും നല്ല നിയമമാണ് എന്ന് വിശ്വസിച്ചവൻ ഫഹുവ കാഫിർ. എങ്കിൽ എന്താ അർത്ഥം? ഈ പറഞ്ഞ നാഖദ്, ഈ നാലാമത്തെ ഈ വിഷയത്തിൻ്റെ അർത്ഥം ഇങ്ങനെ സംഗ്രഹിക്കാം. അയ്യഅതഖിദ, ഒരുത്തൻ വിശ്വസിക്കുന്നു, അന്ന ഹദിയ ഗൈരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ലാത്ത ഒരു ഹദിയ, ഒരു മാർഗം, ഫീമാ യതഅല്ലഖു ബിൽ ഇബാദാത്ത്, അത് ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിലും, ഔ ഫീമാ യതഅല്ലഖു ബിൽ മുആമലാത്ത്, അതല്ലെങ്കിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇടപാടുകളിൽപ്പെട്ടതാണെങ്കിലും ആ നിയമം, ഔ ഫീമാ യതഅല്ലഖു ബിൽ അൻകിഹ, അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ടതായ നിയമമാണെങ്കിലും. ശ്രദ്ധിക്കണേ, ഇതിലൊക്കെ മുസ്ലിമീങ്ങൾ പെട്ടുപോകുന്ന സംഗതിയാണ്. ഇബാദത്തുകളുടെ കാര്യത്തിലും ഒരു ഹദിയ. അതായത് ഉദാഹരണം പറഞ്ഞാൽ ഇങ്ങനെ പറയാറുണ്ട്, സ്വലാത്ത് ചൊല്ലണം, വേണോ വേണ്ടയോ? തീർച്ചയായിട്ടും വേണം. ചില ഇമാമിങ്ങൾ വാജിബാന്ന് വരെ പറഞ്ഞു, കാരണം ഖുർആൻ അമ്രു വന്നല്ലോ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയേ പറ്റൂ മുഅ്മിനീങ്ങൾ. ഇമാം നബവി റഹ്മത്തുള്ളാഹി പറഞ്ഞു, അള്ളാഹിൻ്റെ കൽപ്പന മാനിച്ച് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിർബന്ധമായും സ്വലാത്ത് ചൊല്ലിയേ പറ്റുള്ളൂ. ഇതാണ് സലഫികളുടെ വാദം.
പക്ഷെ മൗലമാർ അങ്ങനെയല്ല ആൾക്കാരെ കേൾപ്പിക്കുക. സലാത്തിനോട് വെറുപ്പ്, സലാത്ത് ചെല്ലുന്നതിനോട് വെറുപ്പ്. സലാത്ത് ഒരു ഇബാദത്താണ്. ആ ഇബാദത്തിൽ ഒരു ഹദിയുണ്ട് മുഅ്മിനീങ്ങൾക്ക്. ഹദി മീൻസ് ഒരു മാർഗമുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ചൊല്ലിയ ഒരു മാർഗം, അതിലങ്ങ് ചൊല്ലിക്കും. എന്നാൽ അതിനേക്കാളും നല്ലതായിട്ട് ഒരുത്തൻ കാണുന്നു സ്വലാത്ത് ഹൽഖയെ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? എന്താ കാരണം പറയാ? അങ്ങനെ ഹൽക്ക സംഘടിപ്പിച്ച് ഒരു എണ്ണം നിശ്ചയിച്ച് ഒരു സമയം നിശ്ചയിച്ചിട്ടെങ്കിലും ആൾക്കാർക്കൊരു സ്വലാത്ത് ചൊല്ലാലോ. ആ ചെറുപ്പക്കാരൊക്കെ അങ്ങനെയെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലട്ടെ, അങ്ങനെയെങ്കിലും ചൊല്ലിപ്പിക്കാൻ നമുക്ക് കൽപ്പനയില്ല. സ്വലാത്ത് എന്ന ഇബാദത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മാതൃകയുണ്ട്. അത് പ്രത്യേകം സമയം നിർണ്ണയിക്കപ്പെടാത്ത, പ്രത്യേകം എണ്ണം നിർണ്ണയിക്കപ്പെടാത്ത, പ്രത്യേകം ഒരു രൂപഭാവം നിർണ്ണയിക്കപ്പെടാത്ത സ്വലാത്ത് ഇബാദത്ത്. അത് മോശം, അതിനേക്കാൾ നല്ലത് ഇതാണെന്നൊരുത്തം വിശ്വസിച്ചാൽ കുഫറിലായി പോകും, കാഫിറായി പോകും. ഇനി മുആമലാത്തുകൾ, കച്ചവടത്തിന്റെ നിയമങ്ങൾ. ദീനിൽ കച്ചവടത്തിൽ ഒരു ഹദിയുണ്ട്, ഒരു മാർഗമുണ്ട്, നിർദ്ദേശമുണ്ട്. നമ്മളിങ്ങനെ പീടിയിലെ ഷോപ്പിൽ ഇങ്ങനെ ഇരുന്നിട്ട് ചിന്തിച്ചിട്ട് ഇങ്ങനെ ആയെങ്കിൽ അതായിരിക്കും നല്ലത്, നമുക്ക് ഇങ്ങനെ കച്ചവടം ചെയ്തു നോക്കാം. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവൻ പറയാ, അല്ലല്ല അത് ഓക്കെ, പണ്ട് 6-ാം നൂറ്റാണ്ടിലെ നിയമമല്ലേ, അന്നത്തെ കച്ചവട രീതിയുമായി ബന്ധപ്പെട്ട നിയമമായിരിക്കൂലേ, ഇന്ന് എനിക്ക് ഇതാണ് നല്ലതായിട്ട് തോന്നുന്നത്. ആ പറച്ചലോടുകൂടി അവൻ കാഫിറായി. കാഫിർ. കാരണം ഒരു ഹദിയ് അതിലുണ്ട്, ഒരു നിയമം അവിടെ പാസ്സായിട്ടുണ്ട് നേരത്തെ, അതേ ഉള്ളൂ പൂർണ്ണം. അപ്പോൾ ഒരാൾ പറഞ്ഞു, അല്ല നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ പറ്റുള്ളൂ. എന്നാ ഓക്കെ, കാരണം അവിടെ നമ്മൾ മുക്റഹാണ്. അത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കലാണ് അഫ്ദൽ. ഇത് ചെയ്തേ പറ്റുള്ളൂ. ഇന്ത്യയിലായതുകൊണ്ട് നമ്മൾ അവിടെ മഅ്ദൂറാണ്, നിർബന്ധിതനാണ്, ഉദുർ നൽകപ്പെട്ടവരാണ്. അല്ല അപ്പോഴും നമ്മളെ മനസ്സിലെന്താ, ഇത് ശരിയല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ നിയമം തന്നെയാണ് ശരി. നിക്കാഹ്, കല്യാണത്തിന് ദീനുൽ ഇസ്ലാമിൽ ഒരു നിയമമുണ്ട്, നമ്മുടെ നാട്ടിലോ വേറൊരു നിയമമുണ്ട്. ദീനുൽ ഇസ്ലാമിൽ ഒരു ഹദിയുണ്ട്, മാർഗമുണ്ട് കല്യാണത്തിന്. നമ്മളെ വീട്ടിൽ വേറൊരു മാർഗമുണ്ട്. ഇവിടൊക്കെ എല്ലാവരും തോറ്റുപോകുന്ന സമയങ്ങൾ ഇതേപോലെ. കാരണം നമ്മളാകെ തൗഹീദ് മനസ്സിലാക്കിയത് എവിടെയാ? ജാറത്തിലും ദർഗയിലും നൂലിലും മുറുക്കിലും കുപ്പിയിലും തകടിലും മാത്രം. അതിൽ മാത്രമല്ല തൗഹീദ്. ആ തൗഹീദ് ബാത്തിലാവുന്ന കാര്യം ഈ പറയുന്നത്. നിക്കാഹുമായി ബന്ധപ്പെട്ട് ദീനിൻ്റെ ഒരു ഹദിയുണ്ട്. ആ ഹദിയിൽ ഒരിക്കലും 4 ദിവസത്തെ പരിപാടിയില്ല. 4 ദിവസമായി തുടങ്ങിയിട്ട് പരിപാടി, ഇതുവരെ നിക്കാഹായില്ല. എന്തിനാണ് ഈ 4 ദിവസത്തെ പരിപാടി? ഒരു ചെക്കനും പെണ്ണും കൂടെ കല്യാണം കഴിക്കാൻ പോകുന്നതിൻ്റെ പരിപാടിയാണ്. ഇതുവരെ കല്യാണം കഴിച്ചില്ല, പക്ഷെ ആ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ 4 ദിവസം മുമ്പ് നടക്കലായി. ഇനി ആ കല്യാണത്തിൻ്റെ ഡേറ്റിൽ നിന്നെങ്ങാനും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം കല്യാണം വേണ്ടെന്ന് വെച്ചാൽ പൊട്ടന്മാർ, മന്ദബുദ്ധികൾ, എല്ലാം കഴിഞ്ഞില്ല, എല്ലാം പോയില്ലേ. ഇതെല്ലാം ആരെ കാണിക്കാനാണ്? ഇന്നലെ എൻ്റെ അനുജൻ മദീനത്ത് പഠിക്കാൻ ഒന്നൊരു വീഡിയോ അയച്ചു ഫോണിൽ. അവൻ്റെ മസ്ജിദുൽ ജാമിഅത്തു തയ്യിബയിലെ ഒരു ഉസ്താദിൻ്റെ പെങ്ങളെ നിക്കാഹാണ്. മദീന യൂണിവേഴ്സിറ്റിയിലെ ഒരു ഉസ്താദിൻ്റെ പെങ്ങളെ നിക്കാഹ്, മദീന ഹറമിലെ ഇമാമിങ്ങളൊക്കെ പങ്കെടുത്തൊരു നിക്കാഹ്. ഇത്രയൊരു ആള്. ഇവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്, ഈ പണ്ഡിതന്മാർ ഇമാമിങ്ങളൊക്കെ ഉണ്ട്, ഇവരുണ്ട്. ഇവരെയും കൊണ്ടുപോയി ഉസ്താദ് കല്യാണത്തിന്. അപ്പോൾ അവർ വീഡിയോ എടുത്തതാണിത്. അങ്ങനെ വർത്താനം പറയുന്നതിൻ്റെ ഇടയിൽ ഒരാൾ പറഞ്ഞു, അപ്പം നിക്കാഹ് നടത്തല്ലേ? എന്നാ ഓക്കെ. അപ്പോൾ പെണ്ണിൻ്റെ ഉപ്പ, അദ്ദേഹത്തിന് 20 പെങ്ങന്മാരുണ്ട്. ആ ഉസ്താദിന് 20 പെങ്ങന്മാരുണ്ട്. 20 പെങ്ങന്മാരുടെ ഓർഡറിലെ പേര് പറയാൻ പറഞ്ഞാൽ മൂപ്പർക്ക് പറയാൻ കഴിയില്ല. അതൊക്കെയാ ജീവിതം. ഇത് ഞാനും എൻ്റെ പൊണ്ടാട്ടിയും, പിന്നെ ആദ്യമൊക്കെ അണ്ണാച്ചി ചോറിൻ്റെ ബാക്കിലുണ്ട് നാം 2 നമുക്ക് 2. ഇപ്പം മാറ്റിയ ഡയലോഗ്. പെൻപി ചോറിൻ്റെ ബാക്കിലുള്ളത് നാം 1 നമുക്കൊന്ന്. മക്കൾ കൂടിപ്പോയാൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ തകരുമെന്നാണ് പേടിക്കുന്നത്. ആര്? മുശ്രിക്ക്, കാഫിർ. മുഅ്മിനെ പേടിക്കാൻ പാടില്ല ശരിക്കും.
പെരുന്നാളിൻ്റെ അന്ന് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞത് അപ്പം നിൽക്കാൻ നടത്തല്ലേ. അപ്പം തന്നെ പുതിയാപ്പിളിൻ്റെ മുമ്പിൽ പണ്ട് ഈ ഉസ്താദിൻ്റെ ഉപ്പ വന്നു, എൻ്റെ മോളെ ഇത്ര മഹറിനെ ഞാൻ നിനക്ക് ഭാര്യയാക്കി തന്നിരിക്കുന്നു. ഓൻ പറഞ്ഞു ഖബിൽതു മിൻക നിക്കാഹഹ വതസ്വീജഹ ബിഹാദൽ മഹരിൽ മബ്ലഗിൽ മദ്കൂർ ഖലാസ്. അപ്പോൾ തന്നെ 3-4 തളികയിൽ ഫുൾ മന്തി വന്നു. അപ്പം പിന്നെ അവർക്ക് സൗദികൾക്ക് പിന്നെ അതാണല്ലോ ശീലം. ഓരോ തളികയിൽ ഓരോ ഫുൾ ആട് ഉസ്താദ്മാരും ശിഷ്യന്മാരും ബന്ധുക്കളൊക്കെ കൂടി തിന്ന് ഖലാസ് പിരിഞ്ഞു. ഇതിനെയാണ് നമ്മളിപ്പോൾ 5-6 ദിവസം കൊണ്ടാടി ലക്ഷങ്ങൾ പൊടിപൊടിച്ച് ആൾക്കാരെ കൊണ്ടും പറയിപ്പിച്ച്, അയൽവാസികളെ കൊണ്ടും പറയിപ്പിച്ച്, അന്യമതസ്ഥരെ കൊണ്ടും തെറി പറയിപ്പിച്ച്, റോഡും ബ്ലോക്ക് ചെയ്തും വെടിപൊട്ടിച്ചും. എന്തിനായത്? ആരെ ഈ കാണിക്കണ്ട്? പള്ളിയുടെ പ്രസിഡൻറ്റിൻ്റെയും സെക്രട്ടറിൻ്റെയും മക്കളും അങ്ങനത്തെ കല്യാണം. അങ്ങനെ ഇപ്പം വിവാഹത്തിനെതിരെ ഞാൻ മുമ്പ് ബഹ്റൈനിലുള്ള ഒരു 10 കൊല്ലം മുമ്പ് ലീഗിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, വിവാഹ ആർഭാടത്തിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ. അതിലൊക്കെ ഭയങ്കര ശക്തമായ പ്രഭാഷണങ്ങളും അതും ഇതൊക്കെ നടത്തി നാട്ടിലെത്തി തങ്ങളെ മോൻ്റെ മംഗലം എല്ലാം കളഞ്ഞു. ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ ആ പ്രസംഗവും ആ ക്യാമ്പയിനും എല്ലാം വെള്ളത്തിലായി. അമ്മാതിരി മംഗലം. ഇത് ആരെ കാണിക്കാനാണ്? ആരെ കൊണ്ട് നല്ല പറയിപ്പിക്കാനായത്? എന്തായാലും ഉമ്മത്ത് കല്യാണത്തിൻ്റെ കാര്യത്തിൽ പഠിക്കുന്നേ ഇല്ല. നിയമം ഇതാണ് വേണ്ടത്, ഇതാണ് ഇപ്പോഴത്തെ രീതി, ഇപ്പോഴത്തെ നാട്ടിലെ രീതി ഇതാണ്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ രീതി അത് 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളുടെ കല്യാണം പോലെ നമ്മളെ കല്യാണം നടത്തേണ്ടത് കുഫറിൻ്റെ വർത്താനായി പോകും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. ശരിക്കും ദീനുൽ ഇസ്ലാമിൻ്റെ നിയമപ്രകാരം ഒരാൾ നിക്കാഹ് കഴിച്ചാൽ, കല്യാണം കഴിച്ചാൽ അയാൾക്കുള്ള ചിലവെന്താകെ ചെറുക്കനെ സംബന്ധിച്ച് മഹറിൻ്റെയും വലീമൻ്റെയും ചിലവ്. മഹർ എല്ലാം പെട്ടു, വസ്ത്രവും എല്ലാം പെട്ടു. പിന്നെ ആൾക്കാരെ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്ന ഖലാസ്. ഏതെങ്കിലും ഒരു വക്തിന് പള്ളിയിൽ നിക്കാഹാക്കുക, നിക്കാഹിന് പ്രധാനപ്പെട്ട ആൾക്കാരെ വിളിക്കുക പള്ളിയിലേക്ക്. നിക്കാഹ് കഴിയുമ്പോൾ നല്ലൊരു ചായയും കടിയും. അത് കഴിഞ്ഞ് ഇന്ന സ്ഥലത്താണ് എൻ്റെ വലീമ. അത് അന്നല്ല ശരിക്കും വേണ്ടത്, പിറ്റെന്നാ വേണ്ടത്. ആ ആണും പെണ്ണും വീട് കൂടിയതിൻ്റെ സന്തോഷത്തിന് കൊടുക്കുന്നതാണ് വലീമ. അത് നമ്മൾ 2 ദിവസം മുമ്പേ വലീമ കൊടുക്കുന്ന പുതിയാപ്പിള ഇപ്പോഴത്തെ പുതിയാപ്പിള. ഇനി നാളെ നിക്കാഹ് നടക്കോ ഇല്ലെന്ന് തന്നെ അറിയില്ല. അതിന് മുമ്പേ ഫുഡ് കൊടുത്തു കഴിഞ്ഞു. പിറ്റേന്നൊരു സ്ഥലത്തേക്ക് എല്ലാവരെയും കൂടി വിളിക്കുക. എത്ര ആളെയും വിളിച്ചു വലീമക്ക്? എത്ര ആളെയും വിളിച്ചു. ബന്ധുക്കളും ചങ്ങായിമാരും നാട്ടുകാരും മുസ്ലിമും ഹിന്ദുവും എല്ലാം വരട്ടെ. സന്തോഷമായിട്ട് എന്താ കൊടുക്കുക? ഒരു ബിരിയാണി, ഒരു പൊരിച്ചത്, കഴിഞ്ഞു. 3 തരം ബിരിയാണി, 3 തരം മന്തിയും, 10 തരം ജ്യൂസ്, പിന്നെ 10 തരം പുഡിങ്, പിന്നെ അതിൻ്റെ അപ്പുറത്ത് തോണിയിലെ മീൻ, പിന്നെ ആ കുളത്തിലെ മീൻ. ആൾക്കാർ കാണണം. ആജിക്കാൻ്റെ മംഗലം. മോനെ കാട്ടാമ്പള്ളിയിൽ ആജിക്കാനെ പോലെ വേണം മംഗലം കഴിക്കാൻ പിള്ളേരെ. എന്തൊരു മംഗല! എത്ര ദിവസം പറയും? തിന്നിട്ട് ദഹിച്ചിട്ട് തൂറുന്നവരെ പറയും ഖലാസ്, കഴിഞ്ഞ് എല്ലാവരും പറഞ്ഞു. ഒരു കല്യാണ ലെറ്ററല്ലേ, ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ലെറ്റർ ഉണ്ടാക്കില്ലേ? ഇപ്പം ഇതിന് ഒന്നിനെന്തായിരിക്കും വില? ഇപ്പോൾ ഇല്ല, സാധനം കുറവാണ്. എന്നാലും ഒരു 300 റുപ്യ കൂട്ടിക്കോ ഒന്നിന്, അല്ലേ? 300 ഒറ്റ കുറവാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒരു കാർഡിന് 300 ഞാൻ കുറവാണ് പറയുന്നത്. ഇപ്പം അങ്ങനത്തെ ഒന്നുമല്ല, 1000-ൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ചിലത്. വാട്സപ്പിൽ സേവ് ദി ഡേറ്റ് ആക്കിയിട്ട് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞ്, എന്നിട്ട് ഈ പുതിയാപ്പിളി എന്ന് പറയുന്ന മൊയന്ത് വണ്ടി എടുത്തിട്ട് പോവാണ് ഈ കത്ത് കൊടുക്കാൻ. ആ പുരക്കേക്ക് എല്ലാവരെയും അറിയിച്ചു. സ്റ്റാറ്റസ് ഇട്ടപ്പം നാട്ടിലുള്ള ആൾക്കാർ മൊത്തം കണ്ടു, ഇന്നാണ് എൻ്റെ ഡേറ്റ് കല്യാണത്തിൻ്റെ. എന്നിട്ട് ഇവൻ പിന്നെയും പോവാ കത്ത് കൊടുക്കാൻ. കാര്യമായി പോയി 2 ഹോർലിക്സ് 2 കേക്കെല്ലാം തിന്ന് മൂത്തമ്മാൻ്റെ കൈമ കാർഡും കൊടുത്ത് പിറ്റെന്ന് ആ വഴിക്ക് പോകുമ്പോൾ ഉണ്ടാവും മൂത്തമ്മാരെ മോള് കുഞ്ഞിനെ തീട്ടം കോരിയിട്ട് തൈക്കൊണ്ട് ചാടുന്നു ആ കാർഡ്. കാരണം നല്ല കട്ടിയുള്ള കാർഡല്ലേ, നമ്മൾ നോക്കിക്കോ. തീട്ടം കോരല്ലാണ്ട് വേറൊന്നും ഉപയോഗിക്കില്ല. അതിലുണ്ടാവും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത്ര മൊയന്തുകളായിപ്പോയല്ല മുസ്ലിം ഉമ്മത്തിൻ്റെ ചെറുപ്പക്കാർ, ഒരു ബോധമില്ലാത്ത കോലത്തിൽ. നമ്മൾ പറയുകയാണ് നവോത്ഥാനം ഉണ്ടാക്കിയിരിക്കുന്നു, പഠിപ്പിച്ചിരിക്കുന്നു, വിദ്യാഭ്യാസം അങ്ങനെയാക്കി ഇങ്ങനെയാക്കി. എന്താക്കി വിദ്യാഭ്യാസം? വട്ടപൂജയാണ്. നാട്ടുകാർ നന്നാക്കാൻ പറ്റില്ല. നമ്മളെ വീട്ടിലെങ്കിലും നമ്മളെ മക്കളെ കല്യാണമെങ്കിലും അത് ആൾക്കാരെന്താ പറയുക?
അപ്പോൾ നമ്മൾ ഭയങ്കര സംഭവങ്ങൾ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുമില്ല, പാവം ഒരു കാട്ടറബി ഖുറൈശി 6-ാം നൂറ്റാണ്ടുകാരൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഇലാഹ ഇല്ലല്ലാഹിൻ്റെ കൂടെ അള്ളാഹു പേരെഴുതിയ ടീമത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ പ്രവാചകൻ്റെ മക്കളെ കല്യാണം ഒന്ന് താരീഖ് വായിച്ചു നോക്കിയേ. ഫാത്തിമത്തു സഹറായിൻ്റെ കല്യാണം ഒന്ന് വായിച്ചു നോക്കിയേ. അത് മൗലമാരടക്കം പ്രസംഗിക്കൽ ഭയങ്കര. ഫാത്തിമത്തുൽ സുഹറ ബത്തൂൽ എന്നും പറഞ്ഞ് പാട്ട് പാടി കല്യാണം അങ്ങനെ ഇങ്ങനെ കരഞ്ഞ് വിളിച്ച് പോകുന്നെന്തിനെ ഇങ്ങനത്തെ കല്യാണം. നമ്മളിപ്പോൾ പോക്കില്ല, നമ്മൾ നിർത്തി. പുരുഷന്മാരെ മംഗളത്തിന് പോക്ക് നിർത്തി. അതൊരു സ്റ്റൈല്. ഇന്നാളെ കൊണ്ടുവരണം, ഇന്നാളെ കൊണ്ട് കുത്തുബോധിപ്പിക്കണം, ഇന്നാളെ നമ്മളെ മോളെ നിക്കാഹിന് വരണം. ആ പരിപാടി ശരിയല്ല, പറ്റൂല. കാരണം ശരിക്കും പറഞ്ഞാൽ നിക്കാഹിന് ഖത്തീബിൻ്റെ ആവശ്യമില്ല. ഉണ്ടോ? ഇല്ല. നിക്കാഹിന് പുതിയാപ്പിള, അമ്മോശൻ, 2 സാക്ഷി, ഖലാസ്, പരിപാടി കഴിഞ്ഞു. അപ്പം നാട്ടിലേറ്റവും പുരുഷൻ്റെ കല്യാണമാണെങ്കിൽ സംഘടനൻ്റെ ഏറ്റവും വലിയ ആൾ നിക്കാഹ്. ഒരു സാധാ സീത അതേ സംഘടനൻ്റെ ഒരു മെമ്പറാണ്, മീൻ കച്ചവടക്കാരനാണ്, നാട്ടിൽ ഉന്തുവണ്ടി ഉന്തുന്നവനാണ്, കപ്പലണ്ടി വിൽക്കുന്നവനാണ്. ഓൻ്റെ നിക്കാഹ് പള്ളിയിലെ മുക്രിക്ക. മറ്റോൻ്റെ നിക്കാഹ് സംഘടനൻ്റെ വലിയ കസരമിരിക്കുന്ന വലിയ പണ്ഡിതൻ. നമ്മളെന്താ ആദർശമായി പ്രസംഗിക്കുന്നു? പിന്നെ നമ്മളെന്താണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദിയും മാർഗവും സുന്നത്തും എന്തിനാ ഈ ഖുതുബയും പ്രസംഗമൊക്കെ എല്ലാം ഒരു തരം കാണിക്കാൻ. മാറണം പ്രിയപ്പെട്ടവരെ, മാറണം, മാറി ചിന്തിക്കണം. ഞാൻ ഒരിക്കലും തൃക്കരിപ്പൂർ ഒരു കല്യാണത്തിന് പോയി. എന്നെ നമ്മളെ പ്രാസ്ഥാനിക ചങ്ങായിമാരെ വിളിച്ചിട്ട് പോയതാണ് നിക്കാഹിന് ഖുതുബ നടത്താൻ. അങ്ങനെ പെണ്ണിൻ്റെ ഉപ്പാനെ കണ്ട് സംസാരിച്ച് നോക്കുമ്പോൾ നമ്മളെ കുടുംബക്കാരൻ. അപ്പോൾ കുറച്ചുകൂടി സന്തോഷമായി. അൽഹംദുലില്ലാ, കുറച്ച് തൗഹീദെല്ലാം കേൾപ്പിക്കാമല്ലോ, നമ്മളെ ബന്ധുക്കളെല്ലാവരും ഉണ്ടാവും. സ്റ്റേജിൽ കയറിയിരുന്നു. പുതിയാപ്പിള തൃശ്ശൂരിൽ നിന്നാണ്, ഡോക്ടറാണ്. പുതിയാപ്പിള വരുമ്പോൾ ചെണ്ട, പൂക്കുറ്റി, കമ്പിത്തിരി. ഞാൻ സ്റ്റേജിൻ്റെ ബാക്കിലൂടെ ഇറങ്ങിയിട്ട് അങ്ങ് മുങ്ങി. ഞാൻ വണ്ടി എടുത്തിട്ട് നേരെ എൻ്റെ അടുത്താണ് പോരാ, വെള്ളാപ്പിൽ തൃക്കരിപ്പൂരിൽ നിന്നൊരു 5 കിലോമീറ്ററേ ഉള്ളൂ. ഞാൻ മുങ്ങി. പുതിയാപ്പിള വന്ന് സ്റ്റേജിൽ ഇരിക്കുമ്പം ഖത്തീബ് കാണുന്നില്ല. ആകെ ചർച്ച. ഞാൻ മനഃപൂർവ്വമാക്കി. ആകെ ചർച്ച, ബഹളം. കൊണ്ട് ഫോൺ. ഇതെന്താ? ഞാൻ പറഞ്ഞു, ഞാൻ നിക്കാഹിനാണ് വന്നത്, ഉത്സവത്തിനല്ല. നിങ്ങൾ എന്നെ നാണം കെടുത്തി ശരിക്കും പറഞ്ഞാൽ. കാരണം ഇതൊരുത്ത വീഡിയോ എടുക്കും. ഞാൻ മിമ്പർ വന്ന് നിക്കാഹിനെതിരെ അതിനെതിരെ സംസാരിക്കുന്ന വീഡിയോവും ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയി ഇരിക്കുന്ന വീഡിയോ കൂടി മിക്സ് ആക്കിയിട്ട് ഇറക്കിയാൽ നാണക്കേട്. പിന്നെ എനിക്ക് നീ പറയാൻ പറ്റുമോ? പക്ഷെ ആദർശവാദികൾ എന്നെ അഭിനന്ദിച്ചു. ചിലർക്കെങ്കിലും അതൊരു പാഠമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. ഒരു 5000 രൂപ നഷ്ടമായി, അത് വേറെ കാര്യം. 10 മിനിറ്റ് ഇരുന്നാൽ 5000 പോക്കറ്റിലാവേണ്ടതാണ്, അത് പോയി. പക്ഷേ വിഷയം അതല്ല. നമ്മൾ പ്രസംഗം മാത്രം പോരാ. എഴുത്തും കുത്തും മാസികയും വിചിന്തനവും അതും ഇതും അതൊന്നും പോരാ. വ്യക്തി ജീവിതത്തിൽ വരണം. നമ്മൾ ആദർശമുള്ളവരുടെ കല്യാണത്തിനല്ല, നിശ്ചയത്തിന്. പ്രത്യേകിച്ച് നിങ്ങളെപ്പോലത്തെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട നേതൃത്വത്തിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഭയങ്കരമായി ശ്രദ്ധിക്കണം, ഭയങ്കരമായി ശ്രദ്ധിക്കണം. നാട്ടുകാർ മൊത്തം നിങ്ങളെ വിരൽ ചൂണ്ടിയിട്ടാണ് ദീനിനെ കുറ്റപ്പെടുത്തുക. നിങ്ങളയാൾ കല്യാണം ഇങ്ങനെയല്ല ഉണ്ടായിനി, പിന്നെ നിങ്ങൾ വലിയ പ്രസംഗിക്കുന്നു അങ്ങനെ ചോദിക്കുക. നിശ്ചയം കല്യാണത്തിനേക്കാളും വലിയ പരിപാടിയായി ഇന്ന്. ധിക്കാരമാണ്. ആൾക്കാരെ കാണിക്കുക, കിബറ് മാത്രം, വേറൊന്നും അതിലില്ല. അത് പുതിയാപ്പിളിൻ്റെ ടീം നമ്മളെപ്പറ്റി ഇങ്ങനെ വിചാരിച്ചോട്ടെ, അല്ലെങ്കിൽ പെണ്ണിൻ്റെ ടീം ഇങ്ങനെ വിചാരിച്ചോട്ടെ. ഒരു വ്യക്തിക്ക് പെർ ഹെഡ് എന്നുള്ളതിന് പറയാം, ഈ കാറ്ററിങ് ഒരു പ്ലേറ്റിന് 2000 രൂപ, ഒരു പ്ലേറ്റിന് 2000 രൂപ. 100 ആക്കാകുമ്പോൾ എത്ര പൈസയായി? പറയപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ തോറ്റാളാ. എത്ര? ഒരു നിശ്ചയത്തിന് ലക്ഷത്തിൻ്റെ വിലയാണ് നിശ്ചയത്തിന്. ആകെ 2 ഗ്ലാസ് ചായയും 2 കേക്കും, അല്ലെങ്കിൽ കുറച്ച് ഹലുവയും കുറച്ച് ലഡുവും. പരിപാടി കഴിഞ്ഞു. അതിനാണ് 2 ലക്ഷം രൂപ ചിലവാക്കിയത്. ആരെ കാണിക്കാൻ? നാട്ടുകാരെ കാണിക്കാൻ, ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ. വേറെ ഒന്നും അതിലില്ല. നിശ്ചയം കഴിഞ്ഞ് പെണ്ണിനെയും കണ്ടുപോയി. 2 മാസം കഴിഞ്ഞപ്പോണ്ട് കോള്, എനിക്ക് പിടിച്ചിട്ടാ കല്യാണം വേണ്ട. ഇവൻ്റെ കിളി മാറി. ഇവനെങ്ങനെ അട്ടം നോക്കിയിട്ട് പടച്ചോനെ ലോൺ എടുത്തിട്ടാണ് നിശ്ചയം കഴിച്ചത്. ഇപ്പം പുതിയാപ്പിള പറയുന്നത് എനിക്ക് പെണ്ണിനെ വേണ്ടാന്ന്. അതെന്നാ വേണ്ടത്?
അങ്ങനെ അനുഭവിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പക്ഷെ എത്ര പഠിച്ചാലും നമ്മൾ പഠിക്കുക. അത് നമ്മളൊരു പ്രത്യേകതയാണ്. എത്ര പാഠങ്ങൾ അള്ളാഹു മുമ്പ് കൊണ്ട് തന്നാലും നമ്മൾ പഠിക്കുന്ന പരിപാടിയില്ല. അതുകൊണ്ടിതാ നിയമം അദ്ദേഹം പറഞ്ഞു, ഫീമാ യതഅല്ലഖു ബിൽ അൻകിഹ, വിവാഹവുമായി ബന്ധപ്പെട്ട നിയമം. ദീനൊരു നിയമമുണ്ട്, റസൂലുള്ളാഹിക്കൊരു മാർഗമുണ്ട്. അതിനേക്കാൾ നല്ലത് ഇതാണെന്നൊരുത്തൻ വിശ്വസിച്ചാൽ, ചെയ്താൽ കാഫിറാവൂല, അത് വേറെ കാര്യം. ഒരുത്തൻ അങ്ങനെ വിശ്വസിച്ചാൽ അവൻ കാഫിറാവും. ചെയ്ത പാപിയേ ആവുള്ളൂ. വിശ്വാസം വേറെ, പ്രവൃത്തി വേറെ. അല്ലെങ്കിൽ അബിൽ ഹുദൂദ്, ഹദ്ദുകൾ, വിചാരത്തിൻ്റെ ശിക്ഷ, കട്ടവൻ്റെ ശിക്ഷ, അങ്ങനെ പല ഹദ്ദുകളുണ്ട് ഇസ്ലാമിൽ. അത് മോശമാണ്, മറ്റവൻ്റെ നിയമം ഏറ്റവും നല്ലതെന്ന് ഒരുത്തൻ വിചാരിച്ചാൽ, വിശ്വസിച്ചാൽ. അവിൽ ഖിസാസ്, കൊലക്ക് പകരം കൊല, ഖിസാസ് ഉണ്ടല്ലോ, അത് ഇസ്ലാമിൻ്റെത് മോശമാണ്, മറ്റവൻ്റെ നിയമം ഏറ്റവും നല്ലത് എന്നൊരുത്തൻ വിശ്വസിച്ചാൽ ഫഹുവ കുഫ്റുൻ മുഖ്രിജുൻ മിനൽ മില്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറാണ്, ഡേഞ്ചറാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് പറയാം. കാര്യങ്ങൾ ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കണം. നമ്മൾ മാറണം. നമ്മളെ വീട്ടിലും നാട്ടിലും ആളുകൾക്ക് നമ്മൾ മാതൃകയാവണം. അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്, രീതിയാണ്. അള്ളാഹു നമുക്ക് നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ.